ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അരൂരിലാണ് ഞാൻ ജനിച്ചത്. അരൂര് കഴിഞ്ഞാൽ പിന്നീട് പണ്ട് എടക്കൊച്ചി പാലം കടന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാണ്. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തൊന്നും ഈ ഇന്ന് കാണുന്ന കുമ്പളം ബൈപ്പാസ് റോഡോ പാലമോ ഒന്നും വന്നിരുന്നില്ല. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അരൂര് പഴയ തിരുവിതാംകൂറിൻ്റെ അങ്ങേ അറ്റത്താണ്. അവിടെ എൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. അച്ഛൻ്റെ പേര് കെ വാവ എന്നായിരുന്നു. അന്നത്തെ ഗൗരിയമ്മ അടക്കമുള്ള ആളുകൾ, എം ലോറൻസ് അടക്കമുള്ള ആളുകളൊക്കെ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് ഈ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെയും യോഗം ചേരുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ പേര് അംബുജാക്ഷി എന്നാണ്. അമ്മയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നൊരു സാധാരണ സ്ത്രീയാണ്. അച്ഛൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം അതായത് 1940കളിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ്. 40കളിലും 50കളിലും ഒക്കെ അരൂരിലും പരിസര പ്രദേശങ്ങളിലും ചേർത്തല താലൂക്കിൽ പലയിടത്തുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ അച്ഛന് ഗൗരിയമ്മയുമായിട്ട് നേരിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു. എം ലോറൻസ്, ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായിട്ടും അവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അരൂരുള്ള കുറേ നേതാക്കന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചതെല്ലാം ഒരു സാധാരണ മലയാളം സ്കൂളിൽ, അരൂർ ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. അരൂർ അമ്പലം ജംഗ്ഷന് കിഴക്ക് വശമുള്ള ഒരു LP സ്കൂളായിരുന്നു. അതിപ്പോൾ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് അരൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ. അതും അരൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലമാണ് അരൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ. അപ്പോൾ അതിനുശേഷം ആ കാലത്തെല്ലാം ഞങ്ങൾ ഈ ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ആളുകളായിരുന്നത് കൊണ്ട് ആലപ്പുഴ നഗരവുമായോ ആലപ്പുഴയുടെ തെക്കൻ പ്രദേശങ്ങളുമായോ ഒരു തരത്തിലും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അന്ന് പഠിക്കാൻ പോകുന്നതാകട്ടെ, ആളുകളൊക്കെ ജോലിക്ക് പോകുന്നതാകട്ടെ എറണാകുളത്തേക്കായിരുന്നു. സാധാരണ ധാരാളം തൊഴിലാളികളൊക്കെ എറണാകുളത്ത് കൊച്ചിൻ ഹാർബറിൽ വലിയ ജോലിക്കാരായിട്ട് പോകുന്നൊരു രീതിയായിരുന്നു. പിന്നീട് അരൂരുള്ള ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ കച്ചവടത്തിനാവശ്യമായ അരി, മറ്റുൽപ്പന്നങ്ങൾ ഇതെല്ലാം വാങ്ങുന്നതും എറണാകുളം മാർക്കറ്റിൽ നിന്നാണ്. അന്ന് എറണാകുളം മാർക്കറ്റിൽ നിന്ന് അവർ ഈ വലിയ കെട്ടുവള്ളത്തിൽ ആണ് ഈ അരി, മറ്റ് ഭക്ഷ്യസാധനങ്ങളൊക്കെ വാങ്ങിച്ച് വള്ളത്തിലൂന്നി മണിക്കൂറുകളെടുത്താണ് അരൂരിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ അരൂരുകാർക്കെല്ലാവർക്കും ആ ഒരു 60കളിലും 70കളിലുമെല്ലാം ഏത് കാര്യത്തിനും ബന്ധപ്പെടേണ്ടി വന്നിരുന്നത് എറണാകുളം ജില്ലയുമായാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം ഞാനും എന്നെപ്പോലുള്ള ഞങ്ങളുടെ ആ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് പോയത് എറണാകുളത്തേക്കാണ്. ഞാൻ പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു. മഹാരാജാസ് കോളേജിൽ അരൂരിൽ നിന്ന് ധാരാളം നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തത്. അന്ന് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 70കളുടെ അടിയന്തരാവസ്ഥക്കാലമൊക്കെ ആയ സമയത്ത് അന്നൊന്നും ഈ ഇന്നത്തെ പോലെ ഈ എൻട്രൻസ് പരീക്ഷകളൊന്നും വന്നിരുന്നില്ല. അന്ന് എൻജിനീയറിങ്ങിന് പോകണമെങ്കിലും അതുപോലെ തന്നെ മെഡിസിന് പോകണമെന്നുണ്ടെങ്കിലും പ്രീ ഡിഗ്രിക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻട്രൻസ് വന്നിരുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും അന്നും ഇന്നും ഒക്കെ എല്ലാവരുടെയും വലിയൊരു ആകർഷണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡോക്ടറാവുക, എൻജിനീയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ എൻജിനീയറിങ് പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം പലരും എന്നിൽ ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാൻ പോയത്. പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പിനോട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൽ കണക്കൊക്കെ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് കണക്കിൽ ഈ ആൾജിബ്ര, ട്രിഗണോമെട്രി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഉപവിഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വിഷമിച്ചായിരുന്നു പ്രീ ഡിഗ്രിക്ക് ഈ കണക്കിനൊക്കെ ഞാൻ പാസ്സായത്. എനിക്ക് ഉയർന്ന സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടിയില്ല. കണക്കിന് വളരെ പിന്നിൽ പോയതും. അപ്പോൾ അതോടുകൂടി ഞാൻ പിന്നെ കണക്ക് പഠനം അവസാനിപ്പിച്ചു.
ഇംഗ്ലീഷിൽ എനിക്ക് സ്കൂളിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് വിഷയത്തിന് സ്കൂളിലെ ഹയസ്റ്റ് ആയിരുന്നു, അതിന് പ്രത്യേക സമ്മാനമൊക്കെ കിട്ടിയാണ്. അപ്പോൾ ഇംഗ്ലീഷിനോട് അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു KJ മാനുവൽ സാറുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഹെഡ് മാസ്റ്ററായിരുന്നു. ഒരു 2-3 വർഷം മുമ്പാണ് അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ വളരെ വിദഗ്ധനായ ആളായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടായിരിക്കണം എന്നെപ്പോലെ ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച പലർക്കും ഇംഗ്ലീഷിനോട് വലിയ താല്പര്യമായിരുന്നു. എനിക്കന്ന് സ്കൂളിലെ ഏറ്റവും ഉയർന്ന ഇംഗ്ലീഷിൽ മാർക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ ഈ സയൻസ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിക്കാൻ പോയി. അങ്ങനെ BA പഠിക്കുന്നു. പിന്നെ MAയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു, പാസ്സായി. MA പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, എന്നാൽ 22 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇതിനു മുമ്പ് തന്നെ BA പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള LD ക്ലാർക്ക് ടെസ്റ്റിന് എഴുതിയിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ളപ്പോൾ തന്നെ പരീക്ഷയുടെ റിസൾട്ട്, MAയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് P&Eയിൽ ജോലി കിട്ടി. P&Eയിൽ RMSൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടായിരുന്നു എനിക്ക് ആദ്യത്തെ ജോലി. അന്നും ഈ P&Eയിലെ ജോലിക്ക് ടെസ്റ്റോ ഇൻ്റർവ്യൂ ഒന്നുമില്ല. SSLC, അന്ന് ഇപ്പോൾ +2 ആണെന്ന് എനിക്ക് തോന്നുന്നു P&Eയിൽ ജോലി കിട്ടുന്നതിന് മിനിമം യോഗ്യത. അന്ന് പക്ഷേ SSLC-യാണ്. SSLC-ക്ക് നല്ല മാർക്കുള്ളവർക്കൊക്കെ നേരിട്ട് P&Eയിൽ കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് SSLC-ക്ക് നല്ല ഉയർന്ന മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് P&Eയിൽ കിട്ടി. RMSലായിരുന്നു. RMSൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടായിരുന്നു സെലക്ഷൻ ലഭിക്കുന്നത്. അങ്ങനെ അതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് 2.5 മാസക്കാലം മൈസൂറിൽ പോസ്റ്റൽ ട്രെയിനിങ് സെൻറ്റർ, മൈസൂർ PTC എന്നാണ് അവർ പറയുന്നത്, അവിടെ 2.5 മാസക്കാലത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കോഴിക്കോട് പോസ്റ്റിംഗ് കിട്ടി. കോഴിക്കോട് RMSൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഈ എഴുത്തുകൾ അയക്കുന്ന പരിപാടിയാണ്. അവിടെ കിട്ടി. അത് രസകരമായിട്ട് തോന്നി അന്ന്. കാരണം പഠിച്ച് അധികം വെറുതെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടി എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ എൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയി, മറ്റ് വീട്ടിൽ വലിയ ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് ജോലി ഒരു വലിയ അത്യാവശ്യവുമായിരുന്നില്ല. അങ്ങനെ ഞാൻ രസകരമായിട്ട് ആ ജോലി ചെയ്തു. പക്ഷേ അവിടെ വെച്ചുണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അന്ന് ഈ പോസ്റ്റൽ ഡിവിഷൻ കേരളത്തിന് 3 ഡിവിഷനായിരുന്നു. ഒന്ന് തിരുവനന്തപുരം ഡിവിഷൻ, രണ്ടാമത്തത് എറണാകുളം ഡിവിഷൻ, മൂന്നാമത്തത് പാലക്കാട് ഡിവിഷൻ. അപ്പോൾ ഈ പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത് പാലക്കാട് തൊട്ട് അങ്ങോട്ട് വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ്. തിരുവനന്തപുരം ഡിവിഷൻ തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളാണ്. എറണാകുളം ഡിവിഷൻ മറ്റ് 3 ജില്ലകൾ. അപ്പോൾ അതിൻ്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിവിഷനിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിവിഷനിൽ ചുരുങ്ങിയത് 5 വർഷം ജോലി എടുത്തതിന് ശേഷമേ ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീട് അരൂർ, എറണാകുളവുമായിട്ട് അടുത്ത സ്ഥലമാണ്. എനിക്ക് ജോലി കിട്ടിയത് കോഴിക്കോടാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നേരത്തെ എഴുതിയ ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ LD ക്ലാർക്കിൻ്റെ ടെസ്റ്റ് എഴുതിയതിൽ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ദിവസം അതിൻ്റെ കത്ത് വരികയാണ്. ആ കത്ത് വന്ന് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. ആരോടും ആലോചിക്കുക പോലും ചെയ്യാതെ ഞാനത് P&Eയിലെ ജോലി രാജിവെച്ച് തിരിച്ച് വന്ന് എറണാകുളത്ത് വന്ന് ഞാൻ സിവിൽ സപ്ലൈസിലാണ് ജോലിക്ക് ചേരുന്നത്. ഒരു 5 വർഷത്തോളം. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ കഴിഞ്ഞു. അന്ന് കാക്കനാട് ജില്ലാ സപ്ലൈ ഓഫീസിലായിരുന്നു ജോലി. പിന്നീട് എറണാകുളത്തൊക്കെ വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ദിവസവും പോയി വരാം. അപ്പോൾ വീട്ടിൽ നിൽക്കാമെന്നുള്ളൊരു ആകർഷണം അതായിരുന്നു എന്നെ ഈ P&Eയിലെ ജോലി രാജിവെപ്പിക്കാനിടയാക്കിയത്. എന്നാൽ അന്ന് P&Eയിൽ കിട്ടിയതിനേക്കാൾ ശമ്പളം കുറവായിരുന്നു സ്റ്റേറ്റ് സർവീസിൽ. എന്നാലും ഞാൻ അത് കാര്യമാക്കാതെ പോന്നു. അവിടെ അങ്ങനെ ഒരു 5 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ ജോലി ഇരിക്കുന്നതിനിടക്കാണ് ഞാൻ 84-84 ഈ ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു ജേർണലിസം ഡിപ്ലോമ പഠിപ്പിക്കുന്നൊരു കോഴ്സ്, ഭവാൻസ് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ കോഴ്സ് എറണാകുളത്ത് മഹാരാജാസ് കോളേജിൻ്റെ നേരെ വടക്കേ സൈഡിലുള്ള ഭവാൻസ് വിദ്യാമന്ദിറിൽ ഈ കോഴ്സ് ഉണ്ടായിരുന്നു. അത് ഈവനിങ് ക്ലാസ് ആയിരുന്നു. ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരെ ഉദ്ദേശിച്ച് തുടങ്ങിയ ഡിപ്ലോമ കോഴ്സാണ്, ജേർണലിസം ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വൈകിട്ട് 6:30 തൊട്ട് 8 വരെയാണ് അവിടുത്തെ ക്ലാസ്. അവിടെ പോകുമായിരുന്നു.
ആ ജേർണലിസം അവിടെ നിന്ന് ഡിപ്ലോമ എടുത്തു. അപ്പോൾ അവിടെ നമുക്ക് അന്ന് ക്ലാസ് എടുത്ത് ഇരുന്നവരൊക്കെ അക്കാലത്ത് പ്രസിദ്ധരായ മാധ്യമപ്രവർത്തകരായിരുന്നു. ഒന്ന് അടുത്തിടക്ക് മരിച്ചുപോയ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറ്, മനോരമയിൽ ഉണ്ടായിരുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാർ ഉണ്ടായിരുന്നു. പിന്നെ ജക്കോബി എന്നറിയപ്പെടുന്ന മനോരമയിൽ തന്നെ വലിയൊരു റിപ്പോർട്ടറായിരുന്നു. അവരൊക്കെയാണ് അന്ന് ക്ലാസ് എടുത്തിരുന്നത്. പിന്നീട് മാതൃഭൂമിയിലൊരു KP വിജയൻ സാറുണ്ടായിരുന്നു. വിജയൻ സാറും മരിച്ചുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങളെ ഈ ജേർണലിസം ഡിപ്ലോമ കോഴ്സിൽ പഠിപ്പിച്ചത്. ആ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു, അത് നല്ല രീതിയിൽ പാസ്സായി. പക്ഷെ അപ്പോഴും എനിക്ക് ഈ സർക്കാർ സർവീസിലുണ്ട്. അങ്ങനെ വന്ന സമയത്തായിരുന്നു ഈ ദേശാഭിമാനിയിലേക്ക് പത്രപ്രവർത്തകരെ ക്ഷണിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അന്നൊക്കെ ദേശാഭിമാനിയിൽ ഇന്നത്തെ കണക്ക് പത്രത്തിൽ പരസ്യം കൊടുത്തായിരുന്നില്ല ഈ സബ് എഡിറ്റർ റിപ്പോർട്ടർ ട്രെയിനിമാരെ എടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു CPIM-ൻ്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞാണ് ഞാൻ ഈ ദേശാഭിമാനിയിലേക്ക് പത്രപ്രവർത്തകരെ എടുക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയൊക്കെ വെച്ച് അപേക്ഷ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ തന്നെ കൊടുത്തു വിട്ടു. അങ്ങനെ ഞാൻ അതിന് ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കോഴിക്കോട് ദേശാഭിമാനി ഓഫീസിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അന്ന് ദേശാഭിമാനിയുടെ ജനറൽ മാനേജരായിരുന്ന P. കണ്ണൻ നായർ, എല്ലാവരും വളരെ സ്നേഹബഹുമാനങ്ങളോട് കാണുന്ന P. കണ്ണൻ നായർ. പിന്നെ അന്ന് പാർട്ടി നേതാവായിട്ട് ഇതിൻ്റെ എല്ലാം പത്രത്തിൻ്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ആൾ സഖാവ് MM ലോറൻസ് ആണ് കഴിഞ്ഞിടക്ക് മരിച്ചു പോയത്. അവരെ കൂടിയായിരുന്നു അന്ന് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ അതിന് ശേഷം എറണാകുളത്ത് തന്നെ ദേശാഭിമാനിയുടെ കലൂരിലുള്ള ആ ഓഫീസിലായിരുന്നു ട്രെയിനിങ്. അവിടെ ട്രെയിനിങ് പീരീഡ് അന്ന് ഞങ്ങൾക്ക് 6 മാസം മാത്രമേ ട്രെയിനിങ് ഉണ്ടായിരുന്നുള്ളൂ, ട്രെയിനിങ്ങിൻ്റെ പീരീഡ്. ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അവിടെ തന്നെ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ സബ് എഡിറ്റർ തസ്തികയിലേക്ക് നിയമിച്ചു. ഒരു 2 മാസത്തിൽ കൂടുതൽ അവിടെ ജോലി ചെയ്തില്ല. അപ്പോഴാണ് ഒരു ദിവസം ജനറൽ മാനേജരായിരുന്ന സഖാവ് കണ്ണൻ നായരാണ് വന്നിട്ട് എന്നോട് പറയുന്നത്, അടുത്ത ദിവസം തൊട്ട് പത്തനംതിട്ട ബ്യൂറോയിൽ പോകണം. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ട്രാൻസ്ഫർ ഓർഡറൊക്കെ അടിച്ചു കൊടുക്കുന്ന രീതിയൊന്നും ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം സന്ധ്യക്കാണ് വിളിച്ച് പറയുന്നത് 2 ദിവസം കഴിഞ്ഞ് പത്തനംതിട്ട പോകണം. അപ്പോൾ പത്തനംതിട്ട എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ജില്ല ഉണ്ടെന്നറിയാമെന്നല്ലാതെ യാതൊരു തരത്തിലുള്ള കേട്ടുകേൾവിയില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഞങ്ങൾ അരൂരിൽ താമസിക്കുന്ന ആളുകൾ ആലപ്പുഴ ടൗണിലേക്ക് പോലും വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. പത്തനംതിട്ട പോകണമെന്ന് പറഞ്ഞു. പക്ഷേ മനസ്സോട് ഞാൻ പോയി. പത്തനംതിട്ട ബ്യൂറോയിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ ഒരു ഓഫീസുണ്ട്, താമസിക്കാനുള്ള സൗകര്യം ഈ ഓഫീസിനോടൊപ്പമുണ്ട്. വളരെ വിഷമിച്ച് അല്ലെങ്കിൽ വളരെ താല്പര്യമില്ലാതെയാണ് ഞാൻ അവിടെ പോയതെങ്കിലും ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട വളരെയേറെ രസകരമായൊരു സ്ഥലമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല മനോഹരമായ ഭൂപ്രദേശമാണ് പത്തനംതിട്ട. കാടും മലയും ആറുകൾ, അതുപോലെ തന്നെ അവിടുത്തെ മനുഷ്യരാണെങ്കിലും വളരെ നല്ല മനുഷ്യർ, രസകരമായ സ്ഥലങ്ങൾ, ധാരാളം ക്ഷേത്രങ്ങൾ, ധാരാളം ക്രൈസ്തവ ദേവാലയങ്ങൾ, ഇപ്പോൾ ശബരിമല, അങ്ങനെ അപ്പോൾ അന്ന് നമ്മൾ ചെറുപ്പക്കാരനാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആ സമയത്താണ് പത്തനംതിട്ട പോകുന്നത്. അത് വളരെ 2 മാസം കഴിഞ്ഞപ്പോൾ വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷമായിട്ട് മാറി. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് കാണുന്നത് പോലെ ഒരു വാർത്താ കേന്ദ്രമൊന്നും ആയിരുന്നില്ല പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്ന് പ്രധാനമായും ആ കാലത്തൊക്കെ വാർത്തയുണ്ടാവുന്നത് ശബരിമല സീസൺ കാലത്താണ്, അല്ലെങ്കിൽ വല്ല അപകടമൊക്കെ നടക്കണം. അല്ലാതെ വലിയ സംഭവങ്ങളോ സമ്മേളനങ്ങളോ ഒന്നും അവിടെ അങ്ങനെ വരാറില്ല, കാരണം ഒരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്ന് ഈ ചാനലുകളുടെ പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല, ചാനലുകളൊന്നും വന്നിട്ടില്ല. പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പത്രങ്ങൾ തന്നെ അപൂർവം പത്രങ്ങൾ. അവിടെ ആകപ്പാടെ അംഗീകൃത ലേഖകർ എന്ന് പറയാവുന്ന 5-6-7 പേരേ ഉള്ളൂ എല്ലാ പത്രത്തിൻ്റെയും കൂടി. അപ്പോൾ അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൊതുവായ പരിപാടി, ഒരു കലോത്സവം നടക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു സമ്മേളനം നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പത്രക്കാരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഒരു ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പത്രപ്രവർത്തകരുടെ ഇടയ്ക്ക് വലിയ ഒരു ഹൃദ്യമായ ഇഴയെടുപ്പും ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു. ഇന്നത്തെ
പോലെ ആദ്യം വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് വാർത്തയ്ക്ക് വേണ്ടിയിട്ടോ ഉള്ള തർക്കങ്ങളോ ബഹളങ്ങളോ മത്സരങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് പോകുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എല്ലാവരുടെയും ജോലികളെല്ലാം കഴിയും. അതായിരുന്നു അവിടുത്തെ രീതി. സന്ധ്യയ്ക്ക് ശേഷം വല്ല പ്രധാനപ്പെട്ട വല്ല പരിപാടി വന്നാലോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല അപകടങ്ങളുണ്ടായാലോ മാത്രമാണ് നമുക്ക് ജോലി വരുന്നത്. അല്ലെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പത്രപ്രവർത്തകരുടെയും ജോലി ഏകദേശം കഴിഞ്ഞിരിക്കും. എന്നിട്ട് പിന്നെ അവിടെ ഒരു എല്ലാ പത്രപ്രവർത്തകരും കൂടുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ഇരുന്ന് ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഭയങ്കര രസകരമായ ഒരു അനുഭവമായിരുന്നു. ഒരു 5 വർഷത്തോളം ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്തു. ആ സമയത്ത് ധാരാളമായിട്ട് പത്തനംതിട്ടയിൽ സഞ്ചരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ശബരിമലയിൽ പോയി അങ്ങ് ഗവിയിൽ, ആദിവാസികളൊക്കെ താമസിക്കുന്ന ഗവിയിൽ കാട്ടാനകളുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് വളരെ സാഹസികമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ യാത്ര ചെയ്തു. കോന്നിയുടെ ഉൾപ്രദേശങ്ങളിൽ മലമടക്കിലൊക്കെ പോയി. അങ്ങനെ പിന്നെ അത് അന്നുണ്ടായിരുന്നൊരു രസകരമായൊരു കാര്യം, ഞങ്ങളൊരിക്കൽ കോന്നിക്ക് കിഴക്കോട്ട്, കോന്നിയിൽ നിന്നൊരു 10-20 കിലോമീറ്റർ കിഴക്കോട്ട് പോകുമ്പോൾ അരുവാപ്പുലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ അരുവാപ്പുലത്ത് വലിയൊരു രാഷ്ട്രീയ സംഘട്ടനം നടന്നു. RSS CPIM സംഘർഷമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാർത്ത ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആ അരുവാപ്പുലത്തേക്ക് പോകും, കോന്നിയിൽ നിന്ന് നേരെ കിഴക്കോട്ട് വേണം അരുവാപ്പുലത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു പറഞ്ഞ ചപ്പാത്തം എന്നാണ്. അതായത് ഈ റോഡ് പകുതി ഇങ്ങനെ താഴ്ന്നു കിടക്കും, അവിടെ കൂടി ആറ്റിലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ, അരുവാപ്പുലത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അവിടുന്ന് പിന്നെയും കുറേ കിലോമീറ്ററുകൾ കിഴക്കോട്ട് പോയിട്ട് വേണം ഈ സംഘർഷ ബാധിത പ്രദേശത്ത് ചെല്ലാൻ. അവിടെ ചെന്ന് ആ കാര്യങ്ങളെല്ലാം, അവിടുത്തെ എന്തോ യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടികളുടെ, അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ചപ്പാത്തിൽ ഈ മഴ ശക്തമായിട്ട് വെള്ളപ്പാച്ചിൽ കൂടി. അപ്പോൾ അവിടെയുള്ള കൊച്ചു കൊച്ചു കടക്കാർ, അവിടെ ഇത്ര വലിയ ഇത് ജനവാസമുള്ള കേന്ദ്രമൊന്നുമല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ജീപ്പിലാണ് പോകുന്നത്. അതവിടെ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഫ്രണ്ട് ഗിയറുള്ള ജീപ്പാണ്. സാധാരണ നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ ഓടുന്ന ജീപ്പ് അവിടെ കൂടി പോവില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഇപ്പോൾ ജീപ്പ് ഇറക്കുന്നത് അപകടകരമാണ്. ജീപ്പിൽ പോയി കഴിഞ്ഞാൽ, ജീപ്പ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴുകി പോകും, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ സന്ധ്യയായിട്ടും ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളപ്പാച്ചിൽ കുറയുന്നുമില്ല. അവസാനം നിവൃത്തിയില്ല, വേറെ യാതൊരു മാർഗവുമില്ല. എന്നിട്ട് ഞങ്ങൾ ഈ പോയ സ്ഥലത്ത് ചെന്ന ഈ അരുവാപ്പുലത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവിടെയുള്ള സാധാരണ മനുഷ്യരുടെ, കർഷകരായിട്ടുള്ള ആളുകളുടെ വീടുകളിലാണ് ഓരോരുത്തരായിട്ട് കഴിഞ്ഞത്. അല്ലാതെ അവിടെ വേറെ മറ്റ് താമസിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെയുള്ള മനുഷ്യരെല്ലാം നല്ല മനുഷ്യരായിരുന്നു. ആ വീടുകളിൽ അവരന്ന് ഞങ്ങൾക്ക് രാത്രി ഉണ്ടാക്കി തന്നത് ഈ ചേമ്പ് പുഴുങ്ങിയതും കാച്ചിൽ പുഴുങ്ങിയതും പിന്നെ നല്ല കാന്താരി മുളക് കൊണ്ടുള്ള ചമ്മന്തി, ഭയങ്കര രസകരമായ ഒരു വിഭവമായിരുന്നു. അത് കഴിച്ച് ഞങ്ങൾ അവിടെ ഓരോരുത്തരായിട്ട് ഓരോ വീടുകളിൽ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചത്. പക്ഷെ 10 മണിക്ക് തിരിച്ച് ഈ പറഞ്ഞ ചപ്പാത്തിലെത്തിയപ്പോഴും അവിടെ വെള്ളം വേണ്ടത്ര കുറഞ്ഞിട്ടില്ല. പിന്നെയും അവിടെ കാത്തുനിന്ന് ഏതാണ്ട് ഒരു ഉച്ചമണിക്ക് 2 മണിയോടുകൂടി ആകുന്ന സമയത്താണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഈ ജീപ്പ് ഇറക്കി തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോരാൻ കഴിഞ്ഞത്. അത് രസകരമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, ഈ കോന്നിയുടെ ഉൾമേഖലയിൽ, വനമേഖലയിൽ അവിടെ നിന്ന് വ്യാപകമായിട്ട് തടി കടത്തുന്നതിനെക്കുറിച്ച് ഒരു ആരോപണം ഉണ്ടായിരുന്നു. തടി എന്ന് പറഞ്ഞാൽ തേക്ക് തടി. അത് ലക്ഷങ്ങൾ വില വരുന്ന തേക്ക് തടി ഈ മുറിച്ച് കടത്തുന്നതിനെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ. അത് എനിക്ക് പാർട്ടി പ്രവർത്തകരാണ് അതിനെക്കുറിച്ച് വിവരങ്ങൾ തന്നത്. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ അവിടെ പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു ഫോട്ടോഗ്രാഫറെയും കൂട്ടി പോയി ഈ ഒരു ജീപ്പിൽ പോയിട്ട്, ഈ കാട്ടിൻ്റെ ജീപ്പിൽ പോകാവുന്ന സ്ഥലം വരെ പോയിട്ട് പിന്നെ കാട്ടിനുള്ളിലാണ് നടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഒരു അനുഭവമാണ് കാട്ടിനുള്ളിലെ യാത്ര. അപ്പോൾ അങ്ങോട്ട് ഈ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇതൊക്കെ വൃക്ഷത്തിൻ്റെ തലപ്പുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി സംരക്ഷകരായിട്ട് വന്നിരുന്ന 3-4 ചെറുപ്പക്കാരുണ്ട്. അതിലൊരാൾ ഇത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഈ
പുറകിൽ കരുതിയിരുന്ന വലിയൊരു വാളെടുത്തു, ഒരു കൊടുവാൾ എടുത്തിട്ടാണ് വെട്ടിക്കളയുന്നത്. അപ്പം ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, ഈ കൊടുവാൾ കരുതിയിരിക്കുന്നത് ഈ തേക്ക് തടി കടത്തുന്ന ആളുകൾ ഒരുപക്ഷെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാർ ഞങ്ങളുടെ പ്രൊട്ടക്ഷനായിട്ട് വന്നിരിക്കുന്നവരാണ്. ഞങ്ങളവിടെ പോയി, പക്ഷേ ആരും അങ്ങനെ ആക്രമിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നും വന്നില്ല. വളരെ ഒരു മണിക്കൂറിലേറെ ഉള്ളിലൂടെ കാട്ടിലൂടെ നടന്നാണ് ഇവിടെ ചെന്നപ്പോഴാണ് ധാരാളം തേക്ക് തടികൾ. നമ്മൾ 2 പേര് അപ്പുറം ഇപ്പുറം നിന്നിങ്ങനെ കൈ ചുറ്റിപ്പിടിച്ചാൽ എത്താത്ത അത്രയ്ക്ക് വ്യാസമുള്ള തേക്കിൻ്റെ കുറ്റികൾ നിൽക്കുകയാണ്, മുറിച്ച് കിടത്തുക. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തേക്ക് തടി മുറിച്ചിട്ട് അടുത്തുള്ള ഈ ആറിൻ്റെ കൈവഴികളുണ്ട്, അതിലൂടെ കെട്ടി ഒഴുക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തേക്ക് തടിക്കുന്നത് ലക്ഷങ്ങൾ വില വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിന് ഫോറസ്റ്റുകാരുടെയും ഒത്താശ ഉണ്ടായിരുന്നു എന്നാണെന്ന് കേട്ടത്. അത് രസകരമായ ധാരാളം പടങ്ങൾ കിട്ടി. അതിനെക്കുറിച്ച് ഒരു പരമ്പര തന്നെ ചെയ്യാൻ 4-5 ലക്കങ്ങളിലായിട്ടൊരു പരമ്പര ചെയ്തു. ആ പരമ്പര ചെയ്തതിന് ശേഷം അന്ന് ഫോറസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്ന ഇതിന് ഒത്താശ ചെയ്ത ചില ആളുകൾക്കൊക്കെ സസ്പെൻഷൻ വരെ ഉണ്ടായതാണ്. അത് 91-ലോ 92-ലോ ആണ്. അങ്ങനെ ഒരു അനുഭവമാണ് അന്നുണ്ടായത് പത്തനംതിട്ട വെച്ച്. പിന്നെ പത്തനംതിട്ട വെച്ച് ഉണ്ടായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് പത്തനംതിട്ട ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് ആദ്യമായിട്ട് 90-ലായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഈ വികസനോന്മുഖ പത്രപ്രവർത്തനത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആ അവാർഡ് കിട്ടിയത് ഒരു ആകസ്മികമായ സംഭവത്തിലൂടെ കിട്ടിയതാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, അന്ന് ഈ ഖാദി ബോർഡ്, തിരുവനന്തപുരത്തെ ഖാദി ബോർഡുകാർ സംസ്ഥാനത്തെ എല്ലാ പത്രങ്ങളിലെയും പത്ര റിപ്പോർട്ടർമാരെ ഒരു ടൂർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആ ടൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ഖാദി ബോർഡിൻ്റെ വിവിധ ജില്ലകളിലെ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പത്രത്തിൽ എഴുതുക. എല്ലാ പത്രത്തിൻ്റെയും, പ്രധാനപ്പെട്ട എല്ലാ പത്രത്തിൻ്റെ ആയിട്ടൊരു 10-15 പേരുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് പോകുന്നത്. ഞാനന്ന് പത്തനംതിട്ട ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നത്. അന്ന് തിരുവനന്തപുരത്തെ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് SR ശക്തിധരൻ ഒരു ഘട്ടത്തിൽ 2006 കാലഘട്ടത്തിൽ കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിരുന്ന വളരെ മുതിർന്ന പത്രപ്രവർത്തകനാണ് SR ശക്തിധരൻ. SR ശക്തിധരനാണെന്ന് തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ്. SR ശക്തിധരനാണ് അന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, ദേശാഭിമാനിയെ പ്രതിനിധീകരിച്ച് നീ പോകണം ഈ ടൂറിനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വന്നു, തിരുവനന്തപുരത്ത് വന്നിട്ട് ഖാദി ബോർഡിൻ്റെ വഞ്ചിയിലുള്ള അവിടെ നിന്നാണ് ഈ ടൂർ ആരംഭിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിന്നു. 7-8 ദിവസം ഉണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും, കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പോയി ഖാദി ബോർഡിൻ്റെ വിവിധ ഓഫീസുകളൊക്കെ സന്ദർശിച്ചു. ഇടയ്ക്ക് ഓരോ ചെറിയ ചെറിയ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലം ജില്ല കഴിഞ്ഞൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്തൊരു കൗതുകം തോന്നി. ഇത് വളരെ ഈ സാധാരണ ആളുകളുടെ ഇടയ്ക്ക് വലിയ തോതിൽ പ്രചരിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ, തൊഴിൽ സാധ്യതയുള്ള ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പല സംരംഭങ്ങളുമാണ് ഈ ഖാദി ബോർഡുകാർ വിവിധ ജില്ലകളിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് കുറച്ചുകൂടി കാര്യമായിട്ട് ഈ ഓരോ ജില്ലകളിലും പോകുമ്പോൾ ഓരോ സ്ഥാപനത്തിലെയും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശദമായിട്ട് ഒരു കുറിപ്പെടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അതാത് ജില്ലകളിൽ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം. ഭക്ഷണം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, താമസമൊക്കെ സൗകര്യമായിരുന്നു. തിരിച്ചു വന്നൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദേശാഭിമാനി SR ശക്തിധരനായിട്ട് തന്നെ ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു വിശദമായ പരമ്പര ചെയ്യാൻ തീരുമാനിച്ചു. വേറെ ആരും അങ്ങനെ പരമ്പരയായിട്ടൊന്നും കൊടുത്തില്ല. ബാക്കി പത്രങ്ങളൊന്നും ചെറിയ ചില കൗതുകരമായ ചില വാർത്തകൾ കൊടുത്തു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു പരമ്പരയൊന്നും ആരും ചെയ്തിരുന്നില്ല. ദേശാഭിമാനി അത് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു പരമ്പര, ഒരുപക്ഷെ ഈ മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പരമ്പരയായിരിക്കും. കാരണം 11 ലക്കങ്ങളുണ്ടായിരുന്നു ഖാദി ബോർഡ് വ്യവസായങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച്. 11 ലക്കങ്ങൾ. സാധാരണ 5-6-7 ലക്കത്തിൽ കൂടുതലൊന്നും ഒരു പരമ്പര അപ്പോഴൊന്നും വരാറില്ല. ഇത് 11 ലക്കം ഉണ്ടായിരുന്നു. ആ 11 ലക്കവും ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിലാണ് വന്നത്. അതപ്പോൾ ഈ പഴയ പ്രത്യേകിച്ച് ഗാന്ധിയന്മാരായ ആൾക്കാരെയൊക്കെ വലിയ തരത്തിൽ സ്വാധീനിച്ചൊരു പരമ്പരയായിരുന്നു അത്. അപ്പോൾ എന്നോട് SR ശക്തിധരൻ തന്നെയാണ് പറഞ്ഞത്, നീ ഇതിന് വിടണം. സംസ്ഥാന സർക്കാരിൻ്റെ വികസനോന്മുഖ പത്രപ്രവർത്തനത്തിനുള്ള
അവാർഡിൻ്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അതിന് വിട്ടു. അപ്പോൾ ആ വർഷം 90-ലെയും 91-ലെ അവാർഡ് 2 വർഷത്തെ അവാർഡ് ഒരുമിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്ന് അത് പ്രഖ്യാപിച്ചപ്പോൾ കൗതുകരമായൊരു കാര്യം, അന്ന് ഇതുപോലെ പെട്ടെന്നൊന്നും വാർത്ത അറിയാൻ യാതൊരു സൗകര്യങ്ങളുമില്ലല്ലോ. അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ ഗാന്ധിയനായിട്ടുള്ള മറ്റേ AP ഉദയഭാനു ഒക്കെയാണ് അത് ജഡ്ജ് ചെയ്തതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. VP രാമേന്ദ്രൻ, നമ്മുടെ പിന്നീട് പ്രസ് അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്ന VPR, അവരൊക്കെ ആയിരുന്നു അതിൻ്റെ വിധികർത്താക്കൾ. കൗതുകരമായൊരു കാര്യം, അന്ന് ദേശാഭിമാനി ഇന്ന് വൈകിട്ടൊരു സന്ധ്യയോടുകൂടിയാണ് എന്നെ വിളിച്ച് പറയണത്, ഇങ്ങനെ വികസന പത്രപ്രവർത്തനത്തിന് നിങ്ങൾക്കാണ് അവാർഡ്, ദേശാഭിമാനിക്കാണ് അവാർഡ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു വിവരം അറിയുന്നത്. അന്ന് പത്തനംതിട്ടയിൽ ദീപികയുടെ റിപ്പോർട്ടറായിരുന്ന ജീമോൻ ജേക്കബ് വന്ന്, ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ പത്തനംതിട്ട ഉണ്ടായിരുന്ന ആളാണ്. ജീമോൻ ജേക്കബ്, മലയാള മനോരമയിലെ ബോബി തോമസ് ഇപ്പോൾ എറണാകുളത്ത് അസിസ്റ്റൻ്റ് എഡിറ്ററാണ്. പിന്നെ ഒരു PK സുരേന്ദ്രൻ ഉണ്ടായിരുന്നു മാതൃഭൂമിയുടെ, അദ്ദേഹം റിട്ടയർ ചെയ്ത് ഇപ്പോൾ പാലക്കാട് താമസിക്കുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടി എന്നുള്ള വിവരം അറിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ദീപികയെന്ന് വിളിച്ച് പറയണത് ജനറൽ റിപ്പോർട്ടിങ്ങിന് ജീമോനാണ് അവാർഡ്. അങ്ങനെ പത്തനംതിട്ടയിൽ അന്ന് സംസ്ഥാന സർക്കാരിന് 3 അവാർഡേ ഉള്ളൂ. ഇപ്പോഴത്തെ കണക്ക് കൂടുതൽ അവാർഡുകളൊന്നുമില്ല. വികസനോന്മുഖ പത്രപ്രവർത്തനം, ജനറൽ റിപ്പോർട്ടിങ്, പിന്നെ ഫോട്ടോഗ്രാഫി, 3 അവാർഡേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ 2 അവാർഡും ഞങ്ങൾ പത്തനംതിട്ടയിൽ ജോലി ചെയ്യുന്ന 2 പേർക്ക് കിട്ടി എന്നുള്ള ഒരു ആഹ്ലാദകരമായ അനുഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പത്തനംതിട്ടയിലുണ്ടായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വാഭാവികമായിട്ടും ദേശാഭിമാനിയുടെ ലേഖനം എന്ന രീതിയിൽ കുറച്ചുകൂടി മറ്റ് പത്രലേഖകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നൊരു രീതി ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ തന്നെ ധാരാളമായിട്ട് ഈ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം സാംസ്കാരിക പരിപാടികളിൽ, ഗ്രന്ഥശാലയുടെ പരിപാടികളിലൊക്കെ ധാരാളമായിട്ട് പോകുമായിരുന്നു. അവിടെ വെച്ച് ഞങ്ങളെല്ലാവരും കടമ്മനിട്ട രാമകൃഷ്ണനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹം പത്രക്കാരുമായിട്ടൊക്കെ വലിയ ബന്ധമായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 23-ന് ഈ കടമ്മനിട്ട പടയണി. അപ്പോൾ അന്ന് പത്രക്കാരെല്ലാവരും കടമ്മനിട്ടയുടെ വീട്ടിലാണ്. നേരം വെളുക്കോളം അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ഭക്ഷണം, സംസാരമില്ല. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ കടമ്മനിട്ട അവിടെ നിന്ന് താമസം മാറ്റിയിരുന്നു. കടമ്മനിട്ട അദ്ദേഹത്തിൻ്റെ തറവാട് വീടാണ് കടമ്മനിട്ട. അവിടെ നിന്ന് കടമ്മനിട്ട മാറി ഈ പത്തനംതിട്ടയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള വള്ളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്, അവിടെയാണ് അവസാനം പുള്ളി താമസിച്ചിരുന്നത്. പക്ഷേ ഈ പടയണി നടക്കുന്ന ദിവസം അവിടെ പോകുമായിരുന്നു. അന്ന് ഞങ്ങളുടെ മിക്കവാറും സദസ്സുകളിൽ ധാരാളമായിട്ട് ഈ കടമ്മനിട്ടയും പങ്കെടുക്കുമായിരുന്നു. അത് വേറെ 2-3 പ്രസിദ്ധരായ ആൾക്കാരൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന്, അന്ന് പത്തനംതിട്ട കാത്തലിക് കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നൊരു KV തമ്പി സാറുണ്ട്, പ്രൊഫസർ KV തമ്പി. അദ്ദേഹം കവിയായിരുന്നു, മനോഹരമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു സ്ട്രിങ്ങറായിട്ട് കൂടി ജോലി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വാർത്ത കൊടുക്കുക. അദ്ദേഹത്തിന് കോളേജിൽ പ്രൊഫസർ എന്നുള്ള ജോലി കൂടി ഉണ്ട് താനും. അവിടെ തമ്പി സാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തമ്പി സാറും കടമ്മനിട്ടയും ഒക്കെ വലിയ അടുപ്പമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന മീര സാഹിബ്, അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട ടൗണിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം അവിടെ വരുമായിരുന്നു. ഇന്നിപ്പോൾ പ്രശസ്ത സംവിധായകനും അതുപോലെ തന്നെ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ അന്ന് കാത്തലിക് കോളേജിൽ അവിടെ പഠിക്കുകയാണ്, MA പഠിക്കുന്നതാണ്. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ വലിയ ആധുനിക സാഹിത്യത്തെക്കുറിച്ചും ഉത്തരാധുനികതയെക്കുറിച്ചും ഈ അന്നൊക്കെ ആ കാലഘട്ടത്തിൽ ഉയർന്നുവന്ന സാഹിത്യത്തിലെ അവനിർമ്മാണം, ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചും അതിൻ്റെ അജ്ഞാതാവായ ദറീദയെക്കുറിച്ചും ഒക്കെ വലിയ വാചാലമായിട്ട് സംസാരിക്കുന്ന പയ്യനായിരുന്നു ഉണ്ണികൃഷ്ണനും ഒക്കെ ഞങ്ങളുടെ സദസ്സിൽ വരുമായിരുന്നു. അതുകൊണ്ട് അന്ന് വൈകുന്നേരങ്ങളിലൊക്കെയുള്ള സംസാരം കടമ്മനിട്ട ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. വലിയ തോതിൽ ഒരു സാഹിത്യ സാംസ്കാരിക സദസ്സുകൾ
ആയിട്ട് മാറുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പത്രപ്രവർത്തകരെല്ലാവരും അങ്ങനെ ധാരാളമായിട്ട് വായിക്കുന്ന ആളുകളായിരുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ഗൗരവതരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരുന്നു അന്നത്തെ പത്രപ്രവർത്തകരെല്ലാവരും. അപ്പം അങ്ങനെ പത്തനംതിട്ടയിലെ ഒരു 4-5 വർഷം, 5 വർഷം തികച്ചില്ല, 4.5 വർഷത്തിലേറെ കാലമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രവർത്തന കാലം വളരെ ആഹ്ലാദകരമായൊരു കാലമായിരുന്നു. എല്ലാവരുടെയും അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകർ, അന്ന് ആരും മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞിരുന്നു, എല്ലാവരും പത്രപ്രവർത്തകരായിരുന്നു. ആ പത്രപ്രവർത്തകരെല്ലാവരും തമ്മിൽ ഇപ്പോഴും വലിയ ബന്ധങ്ങളുണ്ട്. എപ്പോഴും തമ്മിൽ സംസാരിക്കാറുണ്ട്, പരസ്പരം ബന്ധപ്പെടാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു, അന്നുണ്ടായിരുന്ന ആ 90കളുടെ ആരംഭത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന പത്രപ്രവർത്തകരെല്ലാവരും, ഇന്നിപ്പോൾ എല്ലാവരുമൊക്കെ വയസ്സ് ഒക്കെ കഴിഞ്ഞ് 10-60 ഒക്കെ കഴിഞ്ഞ ആളുകളാണ്. പക്ഷേ ഒരിക്കൽ കൂടി പത്തനംതിട്ടയിലൊന്ന് ഒത്തുചേർന്ന് പഴയ സ്മരണകളൊക്കെ അയവിറക്കണമെന്നൊക്കെയുള്ള വലിയൊരു താല്പര്യം എല്ലാവരും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ അത് ഇതേവരെ അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഓർമ്മകളിൽ പത്തനംതിട്ടയിലെ പത്രപ്രവർത്തന കാലം വളരെ ഒരു ആഹ്ലാദകരമായിരുന്നു. എപ്പോഴും ധാരാളം ഗൃഹാതുരത്വം ഉയർത്തുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലമായിരുന്നു പത്തനംതിട്ടയിൽ ആ ഒരു 89-94 പീരീഡ് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ തന്നെ, സ്ഥലങ്ങളുടെ പേര് തന്നെയൊക്കെ വളരെ കാവ്യാത്മകമായ പേരുകളാണ്. മഞ്ഞനിക്കര, ഓമല്ലൂർ, ഇലവുംതിട്ട. ഇലവുംതിട്ടയിലാണെന്നുണ്ടെങ്കിൽ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം, അതുമായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പത്രപ്രവർത്തകരെല്ലാവരും വളരെ കാര്യമായി പ്രവർത്തിച്ചിരുന്നത്. 87-ലെ 80-ലെ ഗവൺമെൻറ് വരുന്ന കാലം തൊട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് 87-ൽ ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ ഇലവുംതിട്ടയിലുള്ള സരസകവി മൂലൂർ സ്മാരകം വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്ന നടപടികൾ ആരംഭിച്ചത്. കാരണം സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആശാനെ പോലെ, ആശാൻ്റെ കാലഘട്ടത്തിലെ പോലെ തന്നെ ഉള്ളൊരു കവിയായിരുന്നു മൂലൂർ എസ് പത്മനാഭ പണിക്കർ. വേറെ കൗതുകരമായൊരു കാര്യം പറയാം. അതായത് ഈ കേരളകൗമുദി പത്രം 1911 ആരംഭിക്കുന്ന സമയത്ത് അന്ന് സി വി കുഞ്ഞിരാമൻ, അദ്ദേഹം അന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് പത്രാധിപരായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് പകരം കേരളകൗമുദി പ്രസിദ്ധീകരണം ആരംഭിച്ച ഘട്ടത്തിൽ പത്രാധിപർ എന്ന് പറഞ്ഞ് പേര് വെച്ചിരുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ പേരായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ പേരാണ് വെച്ചിരുന്നതെങ്കിലും അതിൻ്റെ എഡിറ്റോറിയലടക്കം എഴുതിയിരുന്നത് സി വി ആയിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അത്രയേറെ വലിയ മനുഷ്യനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, സാംസ്കാരിക നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെ കേരളകൗമുദി പത്രവുമായി കൂടി ബന്ധമുള്ള ഒരാളാണ് ഈ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കർ എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല, അദ്ദേഹം ഈ കവിരാമായണം എന്ന് പറഞ്ഞ്, അതായത് അന്ന് ഈ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് ആയിട്ടുള്ള ഈ സവർണ അവർണ ഭേദം വളരെ കൊടിയുത്തി വാഴുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം മൂലൂർ എസ് പത്മനാഭ പണിക്കർ ജനിക്കുന്നത് 1869-ലാണ്. മഹാത്മാഗാന്ധി ജനിച്ച അതേ വർഷം തന്നെയാണ് മൂലൂരും ജനിക്കുന്നത്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ആഠ്യത്വത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും അങ്ങേ തലപ്പത്തിരുന്ന ആളാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കുറിച്ച് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രസകരമായൊരു പ്രയോഗമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തല നിറയെ കുടുമ, ഉള്ളു നിറയെ പഴമ, അതിൻ്റെ ഒരു രൂപമാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹം ഈ അവർണ കവികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിന് ബദലായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ബദലായിട്ട് മൂലൂർ എസ് പത്മനാഭ പണിക്കർ എഴുതിയ ഗ്രന്ഥമാണ് കവിരാമായണം. അവർണ കവികളായ ധാരാളം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയതാണ് ഈ കവിരാമായണം. അതിനകത്ത് അവരുടെ ഇത് കൊച്ചിയിലുള്ള പണ്ഡിറ്റ് കറുപ്പൻ മാഷിനവരെ ഒക്കെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം അതെഴുതിയത്. അപ്പോൾ അങ്ങനെയും ഒരു പ്രാധാന്യമുള്ള ആളാണ് ഈ മൂലൂർ എസ് പത്മനാഭ പണിക്കർ കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ഇന്നിപ്പോൾ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു പോരുന്നൊരു സ്ഥാപനമാണ് ഇലവുംതിട്ടയിലെ സരസകവി മൂലൂർ സ്മാരകം. അപ്പോൾ അവിടെ പോകുന്നതൊക്കെ ധാരാളം ആളുകൾക്ക്, നമ്മൾ പത്രപ്രവർത്തകരെല്ലാം സ്ഥിരമായിട്ട് പോകുന്നതാണ്.
ഇപ്പോൾ മൂലൂരിൻ്റെ പേരിൽ എല്ലാ വർഷവും മികച്ച കവിതാ ഗ്രന്ഥത്തിന് അവാർഡ് കൊടുക്കുന്ന രീതിയുണ്ട്. ധാരാളമായിട്ട് എനിക്ക് അവിടെ പോയി പലതവണ അവിടെ പോയി പ്രസംഗിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഈ 2 വർഷം മുമ്പും. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ അവിടുത്തെ CPMൻ്റെ നേതാവ് കൂടിയായ KC രാജഗോപാലാണ്. സെക്രട്ടറി ഒരു പ്രൊഫസർ C പ്രസാദ്, അദ്ദേഹം ഒരു റിട്ടയർഡ് ഇംഗ്ലീഷ് അധ്യാപകനാണ്. അവർ പലപ്പോഴും എന്നെ അവിടെ വിളിക്കാറുണ്ട്. അവിടെ ധാരാളമായി ഞാൻ പോയി പ്രസംഗിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഈ സരസകവി മൂലൂരിൻ്റെ സ്മാരകം, അതും അന്നത്തെ പത്രപ്രവർത്തകരെ എല്ലാം വളരെയേറെ ആഹ്ലാദിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ആകർഷകമായിരുന്ന ഒരു കാര്യമായിരുന്നു. പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായി ഇരുന്നു. പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ 7-8 പേരൊക്കെ ഉള്ളൂ. ഇപ്പോഴത്തെ കണക്കുള്ള വിവരമായ അംഗസംഖ്യയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പ്രസ് ക്ലബിന് സ്വന്തമായിട്ട് ബിൽഡിങ്ങും ഇല്ല. ഇപ്പോൾ പത്തനംതിട്ട പ്രസ് ക്ലബിന് സ്വന്തമായ കെട്ടിടമൊക്കെയായി. പക്ഷെ അന്ന് നമ്മൾ പത്രസമ്മേളനമൊക്കെ നടത്തുന്നത് പത്തനംതിട്ട PWD റെസ്റ്റ് ഹൗസിലാണ് പത്രസമ്മേളനം നടത്തുന്നത്. കാരണം അന്ന് അതിൻ്റെ ഒരു ശൈശവ ദശയിലായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു യാത്ര എന്ന് പറയുന്നത് ശബരിമല യാത്രയാണ്. എല്ലാ വർഷവും ശബരിമല സീസൺ ആകുമ്പോൾ ശബരിമലയിൽ പോവുക. പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് എല്ലാവർക്കുമൊക്കെ തന്നെ അവിടെ പ്രത്യേക ബ്യൂറോ തുടങ്ങും. അങ്ങനെ അവിടെ പോവുക, അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ശബരിമല, പിന്നെ ഈ മഞ്ഞിനിക്കരയിൽ പെരുന്നാൾ, അവിടുത്തെ മധ്യതിരാങ്കൂറിലെ വലിയൊരു ക്രൈസ്തവ ദേവാലയങ്ങളുടെ ആഘോഷങ്ങളിൽ വലിയ ഒരു സംഭവമാണ്. മഞ്ഞിനിക്കരയിലെ പെരുന്നാളിനൊക്കെ പത്രസമ്മേളനം വിളിക്കുകയും പത്രസമ്മേളനം അവരുടെ അരമനയിൽ വെച്ചാണ്, ഈ ബിഷപ്പ് തിരുമേനിയുടെ അരമനയിൽ വെച്ചാണ് പത്രസമ്മേളനം നടത്തുന്നത്. അത് വലിയ പത്രക്കാർക്കെല്ലാവർക്കും വലിയ സദ്യയൊക്കെ നൽകിക്കൊണ്ട് നടത്തുന്ന പത്രസമ്മേളനമാണ്. അത് പത്തനംതിട്ടയുടെ മൊത്തം ഒരു ആഘോഷമാണ്. പത്തനംതിട്ടയുടെ മാത്രമല്ല, അതിന് പല ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ വരുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് ഓമല്ലൂർ വയൽവാണിഭം. അതുകൊണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഓമല്ലൂർ എന്ന് പറയുന്ന അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഓമല്ലൂർ വയൽവാണിഭം എന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട പൊതുവെ ഒരു കാർഷിക പ്രാധാന്യമുള്ളൊരു ജില്ലയാണ്. അപ്പോൾ അവിടെ പലയിടത്തും ഒക്കെ ഉണ്ടാകുന്ന കാർഷിക വിഭവങ്ങൾ, കാച്ചിൽ, ചേന, ചേമ്പ്, അതുപോലെ തന്നെ മരച്ചീനി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ എല്ലാ കാർഷിക വിഭവങ്ങളുടെയും ഒരു മേള, കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേളയാണ്. നല്ല ഗുണമേന്മയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ, സാധനങ്ങൾ വിൽക്കുന്ന ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതാണ്. അതിപ്പോഴും അതൊരു പരമ്പരാഗത ചടങ്ങ് പോലെ ആണ് ഈ ഓമല്ലൂർ വാണിഭം നടത്താറുള്ളത്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ധാരാളം ഇപ്പോൾ അടൂര് മറ്റേ മണ്ണടിയിൽ വേലുത്തമ്പി ദളവയുടെ അവിടെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു അവസരമുണ്ടായിട്ടുണ്ട്. പിന്നെ റാന്നി മേഖലയിലൊക്കെ, റാന്നി, വടശ്ശേരിക്കര, ഈ ശബരിമല റൂട്ടിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ചിറ്റാറ് അങ്ങോട്ടൊക്കെ പോകുന്തോറും ധാരാളം ഈ കാടുകളാണ്. ആ കാട്ടിലൂടെയൊക്കെ നമുക്ക് ഇപ്പം പക്ഷേ അങ്ങനെ പോകാനുള്ള ഒരു ആവേശം നമുക്ക് മനസ്സിനില്ല. കാരണം ഇത് 10-30 കൊല്ലം മുമ്പുള്ള കാര്യമായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ഒരു പ്രായത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് ധാരാളമായിട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ നമുക്ക് പത്രപ്രവർത്തനം നൽകിയ വലിയൊരു അനുഭവമാണത്. മറ്റേത് ജോലിയാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തിരുന്നോ, ഒരു ഓഫീസിലിരുന്നോ, ഒരു പ്രത്യേക സ്ഥലത്തിരുന്നോ ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ മറിച്ച് പത്രപ്രവർത്തനത്തിൻ്റെ ഞാൻ പിന്നീട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പലയിടത്തും ഈ പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റ് ജോലികൾ പോലെ അല്ല പത്രപ്രവർത്തനം. ഇതിന് കിട്ടുന്നൊരു അനുഭവം, ഇതിന് കിട്ടുന്ന പ്രാധാന്യവും വളരെ വലുതാണ്. കാരണം നിങ്ങൾ എത്ര വലിയ മറ്റൊരു ജോലിയായാലും, ഇപ്പോൾ ഒരു ഡോക്ടറുടെ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അതുപോലെ ഭേദപ്പെട്ട ഏത് ജോലിയാണെങ്കിലും അവർ ചെയ്യുന്ന ജോലികളെല്ലാം അവരുടെ ഒരു പ്രത്യേക ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒതുങ്ങി നിന്നാണ് ചെയ്യുന്നത് അവരുടെ ജോലി. പക്ഷെ പത്രപ്രവർത്തകൻ്റെ ജോലി അതല്ല. പത്രപ്രവർത്തകൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളായിട്ട് ബന്ധപ്പെടുന്നു, അവരോട് സംസാരിക്കുന്നു, അവരിൽ നിന്ന് വാർത്തകൾ എടുക്കുന്നു. സാധാരണ തൊഴിലാളികൾ, ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ, വലിയ വലിയ ജോലി ചെയ്യുന്ന ആളുകൾ, ഭരണകർത്താക്കൾ, അതുപോലെ ജനപ്രതിനിധികൾ, അങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടോ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ,
അവരുമായിട്ട് സംസാരിക്കാൻ, അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ അവസരം നൽകുന്ന ഒരേ ഒരു ജോലിയേ ലോകത്തുള്ളൂ. അത് പത്രപ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. വേറെ ഒരു ജോലിക്കും ഇതുപോലെ ഈ ഒരു സർവ്വതല സ്പർശിയായ ഒരു മേഖല മറ്റേതെങ്കിലും ഒരു ജോലിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് പത്രപ്രവർത്തനത്തിൻ്റെ വലിയൊരു സാങ്കത്യം എന്ന് പറയുന്നത്. പത്തനംതിട്ട വെച്ചുണ്ടായ മറ്റൊരു അനുഭവമായിരുന്നു ഈ ഇവിടെ നമ്മുടെ ഒരു വെടിക്കെട്ട് അപകടം നടന്നു. പത്തനംതിട്ടയുടെയും കൊല്ലത്തിൻ്റെയും അതിർത്തി പ്രദേശത്തുള്ള ഒരു പോരുവഴി പെരുവരുത്തി ദുര്യോധന ക്ഷേത്രം അവിടെയായിരുന്നു. ഞങ്ങളൊരു ദിവസം രാവിലെ, അത് പത്തനംതിട്ടയുടെയും കൊല്ലത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ്. അവിടെ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അന്ന് ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറയണത് ഇങ്ങനെ ഒരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊല്ലത്തുനിന്നായിരുന്നു. ഇപ്പോൾ കൊല്ലത്തെ അന്നത്തെ ബ്യൂറോ ചീഫ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മീഡിയ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള RS ബാബു, ഞങ്ങളൊക്കെ ബാബുണ്ണ എന്ന് വിളിക്കുന്ന RS ബാബു ആയിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, എന്നോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ പോയി ഒരു പകൽ മുഴുവൻ അവിടെ. വളരെ ഭീതിജനകമായ, ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു ഈ വെടിക്കെട്ട് ദുരന്തം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അത് കുറേ കവർ ചെയ്യാൻ പറ്റി. അത് കവർ ചെയ്യുന്നതിലും ഒരു രസകരമായ ഒരു പ്രശ്നം കൂടി ഉണ്ടായി കേട്ടോ. ഞങ്ങൾ അന്ന് ഒരു 8-8:30 മണിയായപ്പോൾ അവിടെ ചെല്ലുന്നു. വൈകിട്ട് 4-4:30 വരെ അവിടെ തന്നെ ചുറ്റി നടന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ച് തിരിച്ചു വന്നിട്ടാണ് വാർത്ത കൊടുക്കുന്നത്. ഇന്നത്തെ കണക്ക് നമുക്ക് മൊബൈലിൽ പെട്ടെന്ന് കൊടുക്കാനോ ഫോണിൽ കൊടുക്കാനോ, അന്ന് ഫോണിൽ പോലും STD സൗകര്യം ഇല്ല. ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 4-4:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നു. വാർത്തയെല്ലാം കൊടുത്തു. വാർത്ത കൊടുത്തിട്ട് പിറ്റേ ദിവസം ദേശാഭിമാനിയിലൊരു 3 കോളത്തിലൊരു ബോക്സ് ന്യൂസ് വന്നു. ആ ബോക്സ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം പ്രസിഡന്റിനെ കുറിച്ചുള്ളൊരു വാർത്തയായിരുന്നു. നമ്മൾ ഈ ഒരു പകൽ മുഴുവൻ അവിടെ ചുറ്റി സഞ്ചരിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടും ദേവസ്വം പ്രസിഡന്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചത് പറഞ്ഞു, ദേവസ്വം പ്രസിഡന്റ് ഈ ദുരന്തം കണ്ടു നിൽക്കാനുള്ള ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പോയി കിടക്കുകയാണെന്ന് പറഞ്ഞത്. കിടക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ടോയെന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടി. അത് വെച്ചുകൊണ്ടാണ് നമ്മളൊരു വാർത്ത കൊടുത്തത്. ആ വാർത്തയുടെ കൃത്യമായ ഒരു രൂപം ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഒരു ബോക്സ് ന്യൂസ് കൊടുത്തു. സംഭവിച്ചത് ഇത് ദേശാഭിമാനിയുടെ ഏറ്റവും ബാക്ക് പേജിൽ ഒരു 3 കോളത്തിൽ ബോക്സായിട്ട് വരികയും ചെയ്തു. വേറെ ഒന്നിനും ആ ആംഗിൾ വാർത്ത വന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം പ്രസിഡന്റ് ഇതെല്ലാം കാണാൻ കഴിയാതെ വളരെ വിഷമിച്ചു പോയി അവിടെ കിടന്ന് മയങ്ങി കിടക്കുകയാണെന്നുള്ള അർത്ഥത്തിലാണ് വാർത്ത വന്നത്. പക്ഷെ വാർത്ത വന്നപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഈ ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണ്. അതാരും എന്നോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ധ്വന്യാത്മകമായിട്ട് കളിയായിക്കൊണ്ടുള്ള വാർത്തയാണ്. വാർത്ത വന്ന് വലിയ ബഹളമായി. അപ്പോൾ ഈ ആൾ ദേശാഭിമാനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ദേശാഭിമാനിയുടെ രാഷ്ട്രീയവുമായിട്ട് ഒത്തുപോകുന്ന ആളാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ ക്ഷേത്രത്തിൻ്റെ. അപമാനകരമാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അന്ന് ഞങ്ങളെയൊക്കെ അന്നുമൊക്കെ ദേശാഭിമാനിയിൽ എല്ലാ തലമുറയിൽപ്പെട്ടവരുടെയും ഗുരുതുല്യനായിട്ടുള്ള മോഹനൻ, ഞങ്ങളെല്ലാം മോഹനേട്ടെന്ന് വിളിക്കുന്ന മോഹനൻ, അദ്ദേഹമാണ് ജനറൽ എഡിറ്റർ. അദ്ദേഹം പക്ഷേ വളരെ രസകരമായിട്ട് സംസാരിക്കുകയുള്ളൂ, അങ്ങനെ ചീത്ത പറയുകയൊന്നുമില്ല. അദ്ദേഹം വിളിച്ചിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇനി എന്താ നീ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് മോഹനേട്ടൻ പറഞ്ഞാൽ മതി, എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം തീരുമാനിച്ചത് ഈ ദേവസ്വം പ്രസിഡന്റുമായിട്ട് തന്നെ ഒരു ധാരണ എത്തിയിട്ട് നമ്മളൊരു തിരുത്തു കൊടുത്തു. എങ്ങും തൊടാതെയുള്ള, എന്നാൽ പുള്ളിയെ രക്ഷിച്ചു എന്നുള്ളത് തിരുത്തു കൊടുത്തു. അങ്ങനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു വെടിക്കെട്ട് ദുരന്തം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു വിഷമം അതായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ എന്നാൽ പോലും ഇതെല്ലാം എടുത്തു നോക്കുമ്പോഴും പത്തനംതിട്ടയിലെ 4-5 വർഷക്കാലത്തെ പത്രപ്രവർത്തന കാലമെന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വിവിധ പത്രങ്ങളിലെ ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പോഴും വളരെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അവരുമായിട്ടൊക്കെ ഇപ്പോഴും നല്ല ബന്ധം. ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പ്, അതായത് ഈ 18-ാം തീയതി, ഇന്നിപ്പോൾ 21, 18-ാം തീയതി ആയിരുന്നു അവർ അവിടെ ഒരു പരിപാടിക്ക്, ഒരു
ഒരു മാധ്യമ സെമിനാറിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതാണെങ്കിൽ അങ്ങ് കോന്നിക്കും കിഴക്ക് തേക്കുതോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. ഈ 4ാമത്തെ നാൾ ഞാൻ പോയി. അപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് ഇപ്പോഴും അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളുണ്ട്. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന മറ്റ് പല പത്രങ്ങളിലെ, ഇപ്പോൾ മനോരമയിലോ മാതൃഭൂമിയിലോ മറ്റ് ദീപിക, ഇന്ത്യൻ എക്സ്പ്രസ്, ആ പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ആളുകൾക്ക് അവിടുത്തെ എല്ലാ പാർട്ടിക്കാരുമായിട്ട് കേട്ടോ, അതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെന്നല്ല, കോൺഗ്രസ്സുകാർ, CPM-കാർ, BJP-കാർ, അവരെല്ലാവരുമായിട്ടും വലിയ സൗഹൃദമായിരുന്നു. കാരണം ഇതാണ്, ഈ പത്രങ്ങളുടെ ഒരു ബഹളമോ ഒരു മത്സരബുദ്ധിയോ ഒന്നും പ്രകടമായിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നു പത്തനംതിട്ടയിലെ ജീവിതം. അതാണ് പത്തനംതിട്ട എപ്പോഴും എല്ലാവർക്കും ഒരു ഓർമ്മകളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ട് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പിന്നീട് വരുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല എൻ്റെ സ്വന്തം ജില്ലയാണെന്നുണ്ടെങ്കിലും ആലപ്പുഴ ടൗണിലേക്ക് ഞാൻ വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അവിടെ വരുന്ന സമയത്താണ്, ആലപ്പുഴ ബ്യൂറോയിൽ വരുന്ന സമയത്താണ്. ആലപ്പുഴ ബ്യൂറോയിൽ വരുമ്പോൾ ദേശാഭിമാനിയിലെ സൗകര്യങ്ങളൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ടു. അന്ന് ഒരു വീടാണ്, ഓഫീസും വീടും കൂടിയാണ്. അപ്പോൾ താമസിക്കാനുള്ള സൗകര്യവും അവിടെ ഒരു പഴയ ഒരു വീടാണ്, പഴയ ഒരു മറ്റേ ഓടൊക്കെ ഇട്ട വീട്, തടി കൊണ്ടുള്ള അറയും പെരയൊക്കെ ഉള്ളൊരു വീടായിരുന്നു. രസകരമായൊരു വീടായിരുന്നു, ടൗൺ മധ്യത്തിൽ തന്നെ. അപ്പോൾ അവിടെയായിരുന്നു താമസം. പിന്നെ ആലപ്പുഴ എൻ്റെ സ്വന്തം ജില്ല കൂടി ആയതുകൊണ്ട് ആലപ്പുഴയുടെ ഒരു ചരിത്രവും ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രവും ഇതെല്ലാം വളരെയേറെ നന്നായിട്ട് പണ്ടേ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രസകരമായിട്ട് തോന്നി. അപ്പോൾ ആലപ്പുഴയിൽ ഞാൻ ഈ ഒരു കേവലമായിട്ട് ഈ ഇതിനെ പത്രപ്രവർത്തനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി സാമൂഹ്യമായ ഇടപെടലുകൾ നടത്തുക എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. അതിനനുസരിച്ച് ചെറുപ്പത്തിൽ തന്നെ പ്രവർത്തിച്ച് വന്നയാളാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒരു ബൗദ്ധികമായ കാര്യത്തിൽ നമുക്ക് അറിവ് നേടാൻ കഴിയുക എന്നുള്ളത്, അത് നമ്മളങ്ങനെ നീക്കി വെച്ചിട്ട് കാര്യമില്ല. അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം എന്ന ഒരു കാഴ്ചപ്പാട് പണ്ടേ, അതൊരു പക്ഷേ എനിക്ക് ഈ മാർക്സിസ്റ്റ് സാഹിത്യമൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് കൂടി കിട്ടിയ ഒരു അനുഭവമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളെല്ലാവരും സാധാരണ വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അന്റോണിയോ ഗ്രാംഷിയുടെ പ്രിസൺ നോട്ട്സ്, ജയിൽ കുറിപ്പുകൾ. അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്നത് മറ്റേ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അദ്ദേഹം കേവലം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല, മറിച്ച് വലിയ ലോകം കണ്ട അതിപ്രതിഭാശാലികളായ ബുദ്ധിജീവികൾ ഒരാളായിരുന്നു ഈ അന്റോണിയോ ഗ്രാംഷി. അന്റോണിയോ ഗ്രാംഷിയെ ഫാസിസ്റ്റ് ഭരണാധികാരികൾ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വിധിച്ച ഒരു ശിക്ഷ എന്ന് പറയുന്നത്, അവർ കണക്കാക്കിയത് ഈ ഗ്രാംഷിയുടെ തലച്ചോറ് ഇനി 20 വർഷത്തേക്ക് പ്രവർത്തിക്കാൻ പാടില്ല. ഗ്രാംഷിയുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നതാണ് ഫാസിസത്തിന് ക്ഷീണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ്. പക്ഷേ അതിനു മുമ്പിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചു പോവുകയുണ്ടായി. അപ്പോൾ ഈ പ്രിസൺ നോട്ട്സിൽ ജയിൽ കുറിപ്പുകൾ എന്ന പേരിൽ അത് മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ 2 തരത്തിലുള്ള ഇൻ്റലക്ച്വൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ട്രഡീഷണൽ ഇൻ്റലക്ച്വൽ, പരമ്പരാഗത ഇൻ്റലക്ച്വൽ ബുദ്ധിജീവികൾ. മറ്റൊന്ന് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്, ജൈവ ബുദ്ധിജീവികൾ. അതിന് അദ്ദേഹം പറയുന്നത് ഈ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന ആളുകൾ അവർ ബുദ്ധിപരമായിട്ട് വലിയ ഉയർന്ന തലത്തിലുള്ള ആൾക്കാരായിരിക്കും, ധാരാളം കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവരുടേതായ ലോകത്ത് ഒതുങ്ങി നിന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഈ പഠനം കൊണ്ടോ ഗവേഷണം കൊണ്ടോ ചിന്തകൾ കൊണ്ടോ സാധാരണ മനുഷ്യർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മറിച്ച് അത് ഒരു ഓർഗാനിക് ഇൻ്റലക്ച്വൽ ആകുമ്പോൾ, ജൈവ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അയാൾ ഈ ട്രഡീഷണൽ ഇൻ്റലക്ച്വലിനെ പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, അത് സമൂഹത്തിലേക്ക് പടർത്തിക്കൊണ്ട് താൻ ആർജിച്ച വിവരങ്ങൾ, തനിക്ക് ലഭ്യമായ കാര്യങ്ങൾ, അതിൻ്റെ നന്മകൾ, അതിലൂടെ അത് സമൂഹത്തിലേക്ക് പടർത്തിവിടുകയും സമൂഹത്തെ അതിനനുസരിച്ച് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. അങ്ങനെ സാമൂഹ്യ ജീവിത ഇടപെടലുകൾ നടത്തുന്ന ആൾക്കാരെയാണ് ഈ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന് ഗ്രാംഷി പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടാവാം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആളുകളോട് പറയുക, ആളുകൾ കൂടി മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആളുകളെ കൂടി ഈ സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, ദുരിതങ്ങൾ, സാമൂഹ്യ ജീവിത മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ള, അവതരിപ്പിക്കുക, ജനങ്ങളുമായിട്ട് ഇടപെടുക എന്നുള്ളൊരു രീതി ചെറുപ്പത്തിലെ
ഞാൻ എൻ്റെ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടി ആവണം അങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലപ്പുഴയിൽ ഇരിക്കുമ്പോഴും വ്യാപകമായിട്ട് ധാരാളം സ്ഥലങ്ങളിലൊക്കെ ഈ സംസാരിക്കാൻ പോവുക. പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ രാഷ്ട്രീയമുണ്ട്, സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്, ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് ആലപ്പുഴ ജില്ലയിൽ എവിടെയും പോയി സംസാരിക്കുന്ന ആളായിരുന്നു. ഇപ്പോഴും അങ്ങനെ പോകാറുണ്ട്. ആലപ്പുഴയിലിരിക്കുമ്പോൾ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു കാലത്തൊക്കെ പത്രക്കാരുടെ വലിയ ഒരു മേഖലയായിരുന്നു ഏത് കുട്ടനാട്. കുട്ടനാട് എന്നും പ്രശ്ന സങ്കീർണമാണ്. നമുക്കറിയാം, കുട്ടനാടെന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3 മീറ്ററിലേറെ താഴെ സ്ഥിതി ചെയ്യുന്ന സവിശേഷ ഭൂഭാഗമാണ് കുട്ടനാട്. അവിടുത്തെ കൃഷിക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പണ്ട് കായൽ നിലങ്ങളായിരുന്നു, റാണി, ചിത്തിര, മാർത്താണ്ഡം എന്നൊക്കെ പറയുന്ന കായൽ നിലങ്ങൾ. ആ കായൽ നിലങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ചരിത്രമുണ്ട്. അവിടെ കൃഷി ചെയ്യുന്നതിന് പ്രത്യേക ചില രീതികളുണ്ട്. എല്ലായിടവും ഈ ആറുകൾ, തോടുകൾ, കുളങ്ങൾ ഒക്കെയാണ്. കുട്ടനാട്ടിൽ എവിടെയും പോകണമെങ്കിൽ ഒന്നുകിൽ വഞ്ചിയിലേ പറ്റൂ, വള്ളത്തിലേ പറ്റൂ, അല്ലെങ്കിൽ ബോട്ടിന്. പക്ഷെ ഇപ്പം അത് മാറി കേട്ടോ. ഈ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിനൊക്കെ കുട്ടനാട് വല്ലാതെ മാറി. ഇപ്പോൾ കുട്ടനാടിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് റോഡ് മാർഗം ചെന്നെത്താവുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ കുട്ടനാട്ടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓർമ്മ പങ്കുവെക്കാവുന്നത് 90കളുടെ ആരംഭത്തിലൊന്നും ആണ്. ഞാൻ എൻ്റെ വർഷം ഓർക്കുന്നില്ല. കുട്ടനാട് എൻജിനീയറിംഗ് കോളേജ്, പുളിങ്കുന്നിൽ എൻജിനീയറിംഗ് കോളേജ് ആരംഭിച്ചു. അപ്പോൾ പുളിങ്കുന്നെന്ന് പറയുന്നത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കിഴക്കോട്ട് പോയി ചങ്ങനാശ്ശേരി റോഡ്, AC റോഡെന്ന് പറയും, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പെല്ലാം കഴിഞ്ഞ് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞ്, ആലപ്പുഴയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞ് പിന്നെ ചെന്ന് കഴിഞ്ഞാൽ 6 കടന്നിട്ട് അപ്പുറത്ത് പോയിട്ടാണ് ഈ കുട്ടനാട് എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് അന്ന് ഈ സ്വാശ്രയ കോളേജുകളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. അവിടുത്തെ ഒരു സാധാരണ ഹൈസ്കൂൾ ക്ലാസ്സാണ്, ഹൈസ്കൂളിലെ ക്ലാസ് മുറികളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്ന് EK നായനാരാണ് മുഖ്യമന്ത്രി. അന്ന് അവിടുത്തെ MLA, കുട്ടനാട് MLA ഡോക്ടർ KC ജോസഫ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ KC ജോസഫാണ്. അപ്പോൾ ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. 6 കടന്ന് വഞ്ചിയിൽ അപ്പുറത്ത് ചെന്നിട്ട് വേണം ഈ ഉദ്ഘാടന ചടങ്ങടക്കണത്തൊക്കെ ചെല്ലാനായിട്ട്. അപ്പോൾ അന്ന് ഡോക്ടർ KC ജോസഫ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ രസകരമായ കാര്യമുണ്ട്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മറ്റേ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടി വന്നിട്ടുണ്ട്. ആലപ്പുഴക്കാർക്ക് തന്നെ കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗതുകരമായ ഭൂപ്രദേശമാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരൊക്കെ അവരെ പരാമർശിച്ചുകൊണ്ട് ഡോക്ടർ KC ജോസഫ് അന്ന് ഈ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഇപ്പോൾ ഡൽഹിയിൽ നിന്നും അതുപോലെ തന്നെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഇവിടങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന പല കുട്ടികൾക്കും ഈ സ്ഥലം കാണുമ്പോൾ ഭയങ്കരമായ വിഷമവും തോന്നും, അത്ഭുതവും തോന്നും. ഇപ്പോൾ ബോട്ട് പിടിച്ച് വള്ളം പിടിച്ചൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, നിങ്ങൾ 4 വർഷം കൊണ്ട് നിങ്ങളുടെ കോഴ്സ് പൂർത്തിയായി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ വാതുക്കൽ കാറ് കൊണ്ടുവരാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. അതങ്ങനെ നടക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ സ്വന്തമായ ബിൽഡിങ്ങൊക്കെ അവിടെ കാറ് മാർഗം നമുക്ക് ചെന്നെത്താം. എന്ന് മാത്രമല്ല, കുട്ടനാട്ടിൽ തലങ്ങും വിലങ്ങും റോഡുകൾ വന്നു. അന്നതുണ്ടായിരുന്നില്ല. കുട്ടനാട്ടിൽ ഈ തലങ്ങും വിലങ്ങും റോഡുകൾ വന്നതിൻ്റെയും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും കുട്ടനാട്ടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൻ്റെ കാര്യം വെച്ചാൽ, നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് കുട്ടനാട്ടിലൂടെ വന്ന് ആ വീയപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഗമിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ് അങ്ങ് കടലിലേക്ക് പോകുന്നത്. അതാണ് ഇടയ്ക്ക് അവിടെ ആഴം കൂട്ടുന്ന പ്രശ്നമൊക്കെ പറയുന്നത്, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുട്ടനാട്ടിൽ സംഭവിച്ചത് കഴിഞ്ഞ ഒരു 10-25 കൊല്ലക്കാലത്തിനിടയ്ക്ക് കുട്ടനാട് ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്നു. അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്, പശ്ചിമഘട്ടത്തിൽ നിന്ന്. പല ശാസ്ത്രജ്ഞരും പറയാറുണ്ട്, കേരളത്തിൻ്റെ ഒരു ഭൂഘടന എന്ന് പറഞ്ഞാൽ ഒരു പലക ചരിച്ചു വെച്ചതുപോലെയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മുകളിൽ പെയ്യുന്ന മഴ മണിക്കൂറുകൾ കൊണ്ട് പെട്ടെന്നൊഴുകി കടലിലേക്ക് പോകും. പക്ഷെ ഇങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കുട്ടനാട്ടിൽ പല ഭാഗങ്ങളിലും റോഡ് നിർമ്മിച്ചിരിക്കുന്നത് തെക്കുവടക്കാണ്. എന്നാൽ വെള്ളം ഒഴുകി പോകുന്നതിന് ആവശ്യമായ കലുങ്കോ മറ്റ് ജലനിർഗമന മാർഗങ്ങളോ
വയ്ക്കാതെയാണ് ഈ റോഡിൻ്റെ ജലത്തിൻ്റെ നിർഗമന പാത തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് തെക്ക് വടക്ക് റോഡ് വെച്ചിരിക്കുന്നത്. വെള്ളം വരുന്നത് കിഴക്ക് പടിഞ്ഞാറ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം. പക്ഷേ എല്ലാവർക്കും റോഡിൽ വീടുകളിൽ വണ്ടി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴാണ് അത് ചെയ്തത്. അന്ന് ആ കാലഘട്ടത്തിൽ കുട്ടനാട് ആലപ്പുഴ പ്രസ് ക്ലബ്ബ് തന്നെ മുൻകൈ എടുത്ത്, അത് ഞാൻ ആലപ്പുഴയൊക്കെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിരുന്നു, ആലപ്പുഴ പ്രസ് ക്ലബ്ബ് തന്നെ മുൻകൈ എടുത്ത് സേവ് കുട്ടനാടെന്ന് പറഞ്ഞ് വളരെ വിപുലമായ ഒരു വർക്ക്ഷോപ്പ് നടത്തി. 4-5 ദിവസം നീണ്ടുനിന്നാണ് അത്. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രസിദ്ധരായ കാർഷിക ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞർ, ഈ ജലസംബന്ധമായ പഠനം നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞർ, അവരൊക്കെ വന്ന് വളരെ സീരിയസ് ആയി പേപ്പറുകൾ അവതരിപ്പിച്ച ഇതായിരുന്നു. 92-ലായിരുന്നു അത്. ഞാനവിടെ ചെല്ലുന്നത് 93-ലാണ്, സേവ് കുട്ടനാട് എന്ന് പറയുന്ന അത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഒരു കാര്യവും ഡോക്യുമെൻ്റ് ചെയ്തില്ല. വളരെ ആധികാരികമായി നടത്തിയ പഠനങ്ങളായിരുന്നു. അന്ന് അവതരിപ്പിക്കപ്പെട്ട പേപ്പറുകളൊക്കെ വളരെ ഗംഭീരന്മാരായ ആൾക്കാരായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടത്ര ആർക്കൈവ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കാനോ അന്നത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ നടത്തിയതായിരുന്നു. അന്ന് സേവ് കുട്ടനാട് എന്ന് പറയുന്ന ഈ ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എന്തൊക്കെയാണോ, അത് പരിഹരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് എന്ന് ആ ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞു വന്നോ, അതൊക്കെ തന്നെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊന്നും പിന്നീട് കുട്ടനാട് പ്രോജക്റ്റൊക്കെ പല രൂപത്തിലൊക്കെ വന്നെങ്കിലും ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും കുട്ടനാട് പഴയ കണക്ക് തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ആകപ്പാടെ ഉള്ളൊരു അവിടുത്തെ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മറ്റേ ടൂറിസവുമായി ബന്ധപ്പെട്ട് മറ്റേ എന്താണ് ബോട്ടുകൾ, ഹൗസ് ബോട്ട് ടൂറിസം വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹൗസ് ബോട്ട് ടൂറിസം വികസിച്ചപ്പോൾ ധാരാളം അതിൻ്റെ ഒരു വിപണന സാധ്യതയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ആലപ്പുഴയുടെ സമ്പദ്ഘടനയെ തന്നെ സ്വാധീനിക്കുന്നുണ്ടെന്നൊക്കെ ശരിയാണെങ്കിലും ഈ ഹൗസ് ബോട്ടുകളുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ പരിസ്ഥിതിക്ക് നാശമുണ്ടാകാത്ത തരത്തിൽ അത് നടപ്പാക്കുന്നതിൽ ഇപ്പോഴും നമുക്ക് വീഴ്ചകളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഈ ഹൗസ് ബോട്ടുകളെല്ലാം 1-2 മുറികളൊക്കെയുള്ള ഹൗസ് ബോട്ടുകളിൽ വിദേശികളും ഫാമിലികളും ഒക്കെ വന്നിട്ട് രാത്രികാലത്ത് അവിടെ പോയി ഈ കായലിന് നടുവിൽ അവിടെ താമസിക്കുന്നു. ഒരു രാത്രി അവിടെ തങ്ങുന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങി പിറ്റേ ദിവസം വരുന്നു. പക്ഷെ ഇവർ തള്ളുന്ന മാലിന്യങ്ങൾ അത് ഒരു കുറ്റമറ്റ രീതിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ട സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ്. അതിപ്പോഴും ഈ മാലിന്യ പൂരിതമായ അവസ്ഥയിലാണ് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളെല്ലാം, ജലസ്രോതസ്സുകളെല്ലാം. അത് പല വിധത്തിലുള്ള രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ധാരാളമായിട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടനാട്ടിൽ കാലങ്ങളായിട്ട് കൃഷിക്ക് ഇപ്പോൾ DDT ഒക്കെ നിരോധിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. DDT മറ്റേ റേച്ചൽ കാഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ആ പുസ്തകം വന്ന് 1962-ലാണത് വരുന്നത്. അതിനുശേഷം ഈ DDTക്കെതിരായ വലിയ പ്രചാരവേല എല്ലായിടത്തും ഉണ്ടായി. DDT നിരോധിച്ചെങ്കിലും കാലങ്ങളായിട്ട് അവിടെ കൃഷിക്ക് ഉപയോഗിച്ച് വരുന്ന DDT, അതിനെക്കുറിച്ച് ചില ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് 500 മെട്രിക് ടൺ വരെയൊക്കെ ഈ വളങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുന്നവരാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ധാരാളം രോഗങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ചേർത്തല NSS കോളേജിലെ NSS യൂണിറ്റ്, നാഷണൽ സർവീസ് സ്കീം, അവർ ഒരു പഠനം നടത്തിയതിൽ അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടൻ മേഖലയിൽ ക്യാൻസർ രോഗബാധ കൂടുതലാണെന്നാണ്. ഒരു 10 വീടെടുത്താൽ അത് ഒരു വീടിൽ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ ക്യാൻസർ ബാധ ഉണ്ടാകുന്നതാണ്. അതവിടുത്തെ ഈ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഈ പറഞ്ഞ മാലിന്യങ്ങളുടെയൊക്കെ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഞാൻ പറഞ്ഞത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ട് വാർത്തകൾ എഴുതാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടുത്തെ ശാസ്ത്രജ്ഞരൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരു ദുരന്തം കൊയ്യുന്ന കുട്ടനാട്, ദുരന്തം കൊയ്യുന്ന കുട്ടനാട് എന്ന് പറഞ്ഞ ദീർഘമായ ഒരു പരമ്പര എഴുതുകയുണ്ടായി. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊരു പരമ്പര ഞാൻ എഴുതുന്നത് ആലപ്പുഴയിൽ ലേഖകനായിട്ടിരിക്കുമ്പോഴായിരുന്നു. കിട്ടാക്കനിയാകുന്ന കുടിവെള്ളം,
കിട്ടാക്കനിയാകുന്ന കുടിനീര്, അതായിരുന്നു അതിൻ്റെ ഒരു തല വാചകം. 4-5 ലക്കങ്ങളായിട്ട് എഴുതിയതാണ്. എനിക്ക് അതിനായിരുന്നു ഇപ്പോൾ മീഡിയ അക്കാദമിയുടെ അന്നത്തെ ചൊവ്വര പരമേശ്വരൻ അവാർഡ് കിട്ടുന്നത്, ഈ കിട്ടാക്കനിയാകുന്ന കുടിനീരെന്ന് പറയുന്ന പരമ്പരയ്ക്കായിരുന്നു. അന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 25,000 രൂപയാണ് എല്ലാ അവാർഡുകൾക്കും, മീഡിയ അക്കാദമിയുടെ അവാർഡുകൾക്കും. പക്ഷേ അന്ന് തന്നെ 96-ൽ ചൊവ്വര പരമേശ്വരൻ അവാർഡ് കിട്ടിയത് 2,000 രൂപയായിരുന്നു. പക്ഷെ അത് വലിയൊരു അനുഭവമായിരുന്നു, ആവേശമായിരുന്നു. അന്ന് മീഡിയ അക്കാദമിയിലെ കുട്ടികളുമായിട്ടൊക്കെ, അന്ന് മീഡിയ അക്കാദമി ആയിട്ടില്ലെന്നൊക്കെ പ്രസ് അക്കാദമി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കിട്ടിയത്. അതിന് തന്നെ പിന്നീട് മറ്റൊരു ഇത് കൂടി കിട്ടി കേട്ടോ, ഈ ഫാദർ കൊളംബിയർ അവാർഡ് കിട്ടിയതും എനിക്ക് ഈ കിട്ടാക്കനിയാകുന്ന കുടിനീര് എന്ന് പറയുന്ന ഇതിനായിരുന്നു ഈ ഫാദർ കൊളംബിയർ അവാർഡ് കിട്ടിയത്. ആ ഫാദർ കൊളംബിയർ അവാർഡ് അന്ന് സമർപ്പിച്ചത് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ TM ജേക്കബ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വലിയ തോതിലൊക്കെ പറയുകയൊക്കെ ചെയ്തു. കാരണം ഈ ജലവിഭവ വിനിയോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ അതീവ താല്പര്യമെടുത്തിരുന്ന ആളായിരുന്നല്ലോ ശ്രീ TM ജേക്കബ്. അദ്ദേഹമായിരുന്നു അതിന് അവാർഡ് തന്നത്. അപ്പോൾ ആലപ്പുഴയിൽ അങ്ങനെ ധാരാളമായിട്ട് സഞ്ചരിക്കാനും കുട്ടനാടിനെ കുറിച്ച് ധാരാളം മനസ്സിലാക്കുവാനും പിൽക്കാലത്ത് കുട്ടനാടിനെക്കുറിച്ച് ധാരാളമായിട്ട് എഴുതാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും പോയി സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഈ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സജീവമായ ഒരു രംഗമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ തോതിൽ കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കുന്നതിന് നിർണായകമായ സമരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം 1946-ൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ആ പുന്നപ്ര വയലാർ സമരം പിൽക്കാലത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെടുകയും അതിനകത്ത് പങ്കെടുത്തവർക്കൊക്കെ സ്വാതന്ത്ര്യ സമര പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ഈ പുന്നപ്ര വയലാർ സമരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും ആലപ്പുഴ ജില്ലയുടെ പല പ്രദേശങ്ങളിലും ധാരാളമായിട്ട് സഞ്ചരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് എനിക്ക് പിന്നീട് നമ്മുടെ വളരെ ആദരണീയനായ ശ്രീ VS അച്യുതാനന്ദനുമായി എനിക്ക് വ്യക്തിപരമായ അടുപ്പം ഉണ്ടാകുന്നത്. വ്യക്തിപരമായ അടുപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് ഇപ്പോൾ 92-ലാവുമ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത്. 92-96 പ്രതിപക്ഷ നേതാവാകുന്നു. 96-ലാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ആരാരിക്കുളത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. 96-ൽ വീണ്ടും LDF ഗവൺമെൻറ്റാണ് വരുന്നത്. 2001-2006 വീണ്ടും അദ്ദേഹം മലയാളകുളത്തെ പരാജയത്തിന് ശേഷം പിന്നീട് മലയാളകുളത്ത് നിൽക്കുന്നില്ല. പിന്നീട് അദ്ദേഹം 4 വട്ടം പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിൽ നിന്നായിരുന്നു. 2001-2006 പ്രതിപക്ഷ നേതാവായി. അപ്പോൾ ആലപ്പുഴയിൽ ദേശാഭിമാനിയുടെ ലേഖനം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും VS അന്ന് പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നിരന്തരം ബന്ധപ്പെടേണ്ടി വരും. അദ്ദേഹവുമായിട്ട് അങ്ങനെ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രസംഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ കൂടി ആധികാരികമായിട്ട് പഠിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ധാരാളം എഴുതാനും ആ പ്രദേശങ്ങളിലൊക്കെ, ആ വെടിവെപ്പ് നടന്ന പ്രദേശങ്ങളിലൊക്കെ പോകാനും അവിടെയുള്ള അന്ന് ജീവിച്ചിരുന്ന പല ആളുകളുമായൊക്കെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 78 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അതിനകത്ത് നേരിട്ട് പങ്കെടുത്തവർ ഏറെ പേരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാനവിടെ 90കളുടെ ആരംഭത്തിൽ അവിടെ ചെല്ലുമ്പോൾ അന്ന് ധാരാളം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ പലരെയും, അതായത് ഈ പോലീസിൻ്റെ സർ CP രാമസ്വാമി അയ്യരുടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ ആക്രമണങ്ങളുമായി നേരിട്ട് ഇടപെട്ട ഏറ്റുമുട്ടിയ പല നേതാക്കൾ നേരിട്ട് ഇടപെടാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പാർട്ടി പ്രവർത്തകരെല്ലാവരും PKC എന്ന് വിളിക്കുന്ന PK ചന്ദ്രാനന്ദൻ. അദ്ദേഹം CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ഒരു ഘട്ടത്തിൽ. അദ്ദേഹം ഇതിനകത്ത് ഈ ആക്ഷനിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ ആയിട്ടൊക്കെ ധാരാളം സംസാരിച്ച് ആ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ഇടവന്നിട്ടുണ്ട്. എനിക്ക് അന്നും ഇന്നുമൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 1946-ലാണ് ഈ ഇത് നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകുന്നത് ആലപ്പുഴയിലാണ്. 1922, കൃത്യമായി പറഞ്ഞാൽ 1922 മാർച്ച് 31-നാണ്. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ, അതാണ്
കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടന. അത് സ്ഥാപിക്കുന്നത് വാടപ്പുറം ബാവ എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അദ്ദേഹമാണത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ചരിത്രം പറയുന്നത് ഈ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കാനായിട്ടൊക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പ്രേരണ നൽകിയ ആൾ സാക്ഷാൽ ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. ഈ 22 ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് സ്വാമികൾ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നുണ്ട്. കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ സ്വാമി സത്യവ്രതൻ, എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു, ശിഷ്യന്മാരിലൊരാളാണ് സ്വാമി സത്യവ്രതൻ. സ്വാമി സത്യവ്രതനാണ് വാടപ്പുറം ബാവയും SNDP യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൂടിയായിരുന്നു. അപ്പോൾ സ്വാമി സത്യവ്രതനാണ് വാടപ്പുറം ബാവയോട് പറയുന്നത്, ഗുരുസ്വാമികൾ ഇന്ന ഒരു ദിവസം അവിടെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്, അപ്പോൾ പോയി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം തേടണമെന്ന് പറഞ്ഞു. അങ്ങനെ വാടപ്പുറം ബാവ അവിടെ പോയി അദ്ദേഹത്തെ ഗുരുസ്വാമികളെ കാണുന്നുണ്ട്. അപ്പോഴാണ് ഗുരുസ്വാമികൾ ഇദ്ദേഹത്തോട്, വാടപ്പുറം ബാവയോട് ഈ സംഘടന ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. കാരണം സംഘടിച്ച് ശക്തരാകുക എന്നുള്ളത് ഗുരുസ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നുകൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാണ് വാടപ്പുറം ബാവ ഈ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപീകരിക്കുന്നത് 1922 മാർച്ച് 31. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് അവിടെ ഈ ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ വരുന്നത് ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അന്ന് അവിടുത്തെ കയർ ഫാക്ടറിയിലായിരുന്നു ഏറ്റവും കൂടുതൽ തൊഴിലുണ്ടായിരുന്നത്. ആ കയർ ഫാക്ടറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയർ ഫാക്ടറികളാണ്. അപ്പം കേരളത്തിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഏറ്റവും ആദ്യത്തെ കയർ ഫാക്ടറിയാണ് പിയേഴ്സ് ലെസ്ലി എന്ന് പറയുന്ന പിയേഴ്സ് ലെസ്ലി ഡാറാസ് മെയിൽ എന്ന് പറയുന്ന ആ കമ്പനി. അത് 1867 അത് സ്ഥാപിക്കുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം തൊട്ട് അവിടെ ഏതാണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ അവിടെ അന്ന് ആ കാലത്ത് അന്വേഷിച്ചപ്പോൾ പറയണേണ്ട ഒരു 50,000-ഓളം തൊഴിലാളികൾ ഈ പിയേഴ്സ് ലെസ്ലി, ഡാറാസ് മെയിൽ, ആസ്പിൻ വാൾ തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ കയർ ഫാക്ടറികളുണ്ടായിരുന്നു. അവിടെ 50,000-ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്നതാണ് പറയണത്. അന്ന് ആലപ്പുഴയിലെ ഈ മറ്റേ കടൽപ്പാലമൊക്കെ വളരെ സജീവമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം കപ്പലുകൾ അവിടെ വരുമായിരുന്നു. ഇവിടുത്തെ കയറുൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റിയേക്കും. അങ്ങനെ ഉത്സവകാലമായിരുന്നു എന്നാണ് അവിടെയുള്ള പഴയകാല തൊഴിലാളികളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കയർ ഫാക്ടറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സമരം വരുന്നത്. 1938 ചരിത്രപ്രസിദ്ധമായ കയർ തൊഴിലാളികളുടെ സമരം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ 38 ആരംഭിക്കുന്ന കയർ ഫാക്ടറി തൊഴിലാളികളുടെ സമരമാണ് പിൽക്കാലത്ത് 46 പുന്നപ്ര വയലാർ സമരമായിട്ട് മാറുന്നത്. അവർ 27 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കയർ ഫാക്ടറി തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. അവരുടെ സ്വന്തമായ അവരുടെ കൂലി വർദ്ധിപ്പിക്കുക, ബോണസ് കൊടുക്കുക, തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കുക, അങ്ങനെ കുറേ മുദ്രാവാക്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ദിവാൻ്റെ ഭരണം അറബിക്കടലിൽ, പ്രായപൂർത്തി വോട്ടവകാശം നൽകുക, അമേരിക്കൻ മോഡൽ ഭരണം വേണ്ടേ വേണ്ട, ഈ 3 മുദ്രാവാക്യം. കാരണം അന്ന് രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല, ദിവാനാണ് ഭരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു കൗതുകരമായൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. ഞാൻ ഈ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പഴയകാല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വദേശാഭിമാനിയുടെ കാര്യം പറയാറുണ്ട്. എപ്പോഴായാലും നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറയേണ്ടി വരും. അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാര്യം പറയുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്നത്തെ ദിവാനെതിരെ വളരെ ശക്തമായിട്ട് തൂലിക ചലിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നാട് കടത്തപ്പെട്ടു അദ്ദേഹം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഏത് ദിവാന് എതിരായിട്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രവർത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെല്ലാവരും പറയുന്നത് ഇതേവരെ ആരും കൃത്യോത്തരം പറഞ്ഞിട്ടില്ല. ഞാനൊരു കഴിഞ്ഞൊരു 10-20-25 വർഷമായി ഇത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും പറയണത് സർ CP രാമസ്വാമിയായിരുന്നാണ്. ഒരുപക്ഷെ അത് മലയാളികൾക്ക് കുറച്ചുകൂടി അടുത്ത പേരാണ്, അടുപ്പമുള്ള പേരായതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് വലിയ ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്വദേശാഭിമാനി 1906 തൊട്ട് 1910 വരെയായിരുന്നു ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത്. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനിയെ നാട് കടത്തുന്നുണ്ട്. 1916 മാർച്ച് 25 സ്വദേശാഭിമാനി കണ്ണൂരിൽ വെച്ച് മരിക്കുന്നുണ്ട്. 1916 കഴിഞ്ഞപ്പോൾ സ്വദേശാഭിമാനിയുടെ കാലം കഴിഞ്ഞു.
സർ സി പി രാമസ്വാമിയർ തിരുവിതാംകൂറിൻ്റെ ദിവാനാകുന്നത് 1936 എന്ന് പറഞ്ഞാൽ സ്വദേശാഭിമാനി മരിച്ചു കഴിഞ്ഞ് 20 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് സർ സി പി രാമസ്വാമിയർ ദിവാനാകുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും സ്വദേശാഭിമാനി ഈ സർ സി പിക്ക് എതിരായിട്ട് എഴുതാൻ സാധ്യതയില്ല. പക്ഷേ സർ സി പിയെ പോലെ തന്നെയൊക്കെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള മറ്റൊരു ദിവാനായിരുന്നു പി രാജഗോപാലാചാരി. പി രാജഗോപാലാചാരിയാണ്, ഞാനത് ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, സി എന്ന് തെറ്റിദ്ധരിക്കരുത്, പി രാജഗോപാലാചാരി, പെരിങ്ങാവൂർ രാജഗോപാലാചാരി. അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു. ആ പി രാജഗോപാലാചാരിക്കെതിരായിട്ടാണ് സ്വദേശാഭിമാനി തൂലിക ചലിപ്പിച്ചത്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ കയർത്തൊഴിലാളികളുടെ സമരമാണ് പിന്നീട് പുന്നപ്ര വയലാർ സമരമായിട്ട് വരികയും നിരവധി ആളുകൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ആ സമരം ഒരു പരാജയമായിരുന്നു. പക്ഷെ സമരം പരാജയമായിരുന്നെങ്കിലും ആലപ്പുഴയിലും കേരളത്തിലാകെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തിന് വലിയൊരു ഊർജം പകർന്ന ഒരു സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ആ സമരം കഴിഞ്ഞിട്ടാണ്, അതിനുശേഷമാണ് 1956 നവംബർ 1 ഐക്യകേരളം ഉണ്ടാകുന്നത്. ഐക്യകേരള പിറവി വലിയ ആഘോഷമായ ഐക്യകേരള പിറവി ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി SRC എന്ന് പറഞ്ഞൊരു കമ്മിറ്റി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നുണ്ട്. അതിന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 55 ഒക്ടോബറിൽ സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 56 നവംബർ 1 ഭാഷാ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. അന്ന് രാജ്യത്ത് 14 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഈ 56 നവംബർ 1. അങ്ങനെയാണ് മലയാള ഭാഷ സംസാരിക്കുന്നത്. അത് നമുക്കറിയാം. അതിന് മുമ്പ് വരെ ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന സ്ഥലം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 പ്രത്യേക രാജ്യങ്ങളായിട്ട് കിടന്നിരുന്നു. 3 തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ, 3 തരത്തിലുള്ള നിയമ നടപടികൾ, 3 തരത്തിലുള്ള നാണയ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു ഈ 3 പ്രദേശങ്ങൾ. പക്ഷേ ഈ 3 പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒരുപോലെ യോജിപ്പിച്ചിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതായിരുന്നു. അവരെല്ലാവരും മലയാള ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അങ്ങനെയാണ് ഐക്യകേരളം ഉണ്ടാകുന്നത്. 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ EMS ഗവൺമെൻറ് വരുന്നു. 57 ഏപ്രിൽ 5 EMS ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. പിന്നീട് ആ ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം, അങ്ങനെ പലതുമൊക്കെ ആയിട്ട് പിന്നീട് 59 ആകുമ്പോൾ വിമോചന സമരം ഉണ്ടാകുന്നു. 59 ജൂൺ 13 വിമോചന സമരം ആരംഭിച്ച് 59 ജൂലൈ 31 50 ദിവസം നീളുന്ന സമരത്തിന് ശേഷം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നു. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് പിന്നീട് പട്ടംതാണുമുള്ള PSPയുടെ പട്ടംതാണുമുള്ള മുഖ്യമന്ത്രിയായിട്ട് PSPയും കോൺഗ്രസും ലീഗും ചേർന്നുള്ള ഇതൊക്കെ വരുന്നത്. അത് പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒന്ന് 57 തെരഞ്ഞെടുപ്പിൽ. 57 മാർച്ച് അവസാനമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലോ അവരുടെ പ്രഖ്യാപനത്തിലോ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരിക എന്ന് പറയുന്നില്ല, വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലോകത്ത് തന്നെ ഞെട്ടിച്ചതായിരുന്നു. അവസാനം ആ ഗവൺമെൻറ്റിന് കുറച്ച് കാലമേ 28 മാസമോ മറ്റേ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവർ പുറത്തു പോകുന്നു. അത് കേരളത്തിൻ്റെ ചരിത്രം. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളുമായിട്ടൊക്കെ ധാരാളമായി പല നേതാക്കന്മാരിൽ നിന്നും പല ആളുകളിൽ നിന്നൊക്കെ സംസാരിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു അവസരം എനിക്ക് ഈ ആലപ്പുഴയിലെ സമയത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴയിൽ ദേശാഭിമാനി ലേഖ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്ത ആൾ ഞാനാണ്. അതിന് മുമ്പ് ഏഴാച്ചേരി രാമേന്ദ്രനായിരുന്നു കവി. അദ്ദേഹം 10 വർഷം തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഘട്ടങ്ങളിലായിട്ട് 12 വർഷം ആലപ്പുഴ ഉണ്ടായിരുന്നു. പിന്നീട് എറണാകുളത്ത് പോയി, തൃശ്ശൂർ, അങ്ങനെ പല ജില്ലകളിലുമൊക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അതിനുശേഷം ഏറ്റവും അവസാനം ദേശാഭിമാനിയിൽ ഞാൻ തിരുവനന്തപുരത്ത് ന്യൂസ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്നെ അന്ന് VS പ്രതിപക്ഷ നേതാവാണ്, VSൻ്റെ പ്രസ് സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എന്നെ അത് പാർട്ടി തീരുമാനിച്ച് അങ്ങോട്ട് അയക്കുന്നതാണ്. അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ 5 വർഷം ജോലി ചെയ്തു. അത് വലിയൊരു അനുഭവമായിരുന്നു. VSനെ പണ്ടേ അറിയാമായിരുന്നെങ്കിൽ പോലും കുറേ കൂടി അടുത്ത് ദൈനംദിന അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കിട്ടിയ വലിയൊരു അവസരമായിരുന്നു VSൻ്റെ കൂടെയുള്ള അത്. വലിയ കുറച്ച് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നുവെങ്കിലും എനിക്ക് രസകരമായിട്ട് തോന്നി. നല്ല രീതിയിൽ അദ്ദേഹവുമായിട്ട് ഒന്ന്
ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ധാരാളം അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം തന്നെ ചെറുപ്പകാലത്ത് ധാരാളം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയി. പിന്നെ അന്ന് വി എസിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിനെ പാർട്ടി തന്നെ തീരുമാനിച്ച് എല്ലാ ജില്ലകളിലും പ്രചാരണ പരിപാടികൾ വിടുമായിരുന്നു. ഞാനങ്ങനെ 3 പ്രചാരണ പരിപാടികൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി. ഒന്ന് 2014 പാർലമെൻറ്റ് ഇലക്ഷൻ, പിന്നീട് 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, മൂന്നാമത്തത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. അദ്ദേഹത്തിൻ്റെ കൂടെ കാറിലൊപ്പം ഇരുന്ന് സഞ്ചരിക്കും, കാര്യങ്ങൾ പറയും. എല്ലാ ദിവസവും പ്രസംഗത്തിൽ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അന്നത്തെ രാവിലത്തെ പത്രങ്ങളെല്ലാം നോക്കി ധാരണയുണ്ടാക്കിയിട്ട് സംസാരിക്കും. ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ പറയും, അദ്ദേഹം അതിന് ചില നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരു ധാരണയുണ്ടാക്കിയിട്ടായിരുന്നു വി എസ് സംസാരിച്ച് പോകുന്നത്. പക്ഷേ അവസാന ഘട്ടമായി കഴിഞ്ഞപ്പോൾ പിന്നെ വി എസിന് കുറച്ച് പ്രായാധിക്യം വന്നൊരു 94-95 ആകുന്ന സമയത്ത് പിന്നെ ഇതെല്ലാം ഓർമ്മയിൽ നിന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതി വന്നു. അത് നിയമസഭയിലടക്കം. അപ്പോൾ പിന്നെ കൃത്യമായിട്ട് എഴുതി വായിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, വി എസ് ഒരു പ്രസംഗം എഴുതി വായിക്കുകയാണെങ്കിലും നമ്മൾ ദൂരെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അത് എഴുതി വായിക്കുന്നതായിട്ട് തോന്നില്ല. ഒരു എക്സ്റ്റംബർ സ്പീച്ച് പോലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രസംഗം പോലെ തന്നെ അവതരിപ്പിക്കാനുള്ള അസാധ്യ കഴിവ് വി എസിനുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കാതെ പൊതുപ്രവർത്തനത്തിലേക്ക് പോയൊരു മനുഷ്യനാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ മലയാള ഭാഷാശാസ്ത്രമൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ച ഒരാളുടെ കണക്കുള്ള അക്ഷരശുദ്ധിയാണ് അദ്ദേഹത്തിന് ഈ അവസാന കാലം വരെ, അതായത് സംസാരം ഉണ്ടായിരുന്ന കാലം വരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അക്ഷരശുദ്ധിയോട് പ്രസംഗിക്കുന്ന ആളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ, ഒരു ടിപ്പ് കൊടുത്താൽ മതി, അത് വളരെ വിശദമാക്കി പറയാനുള്ളൊരു ഭാവനയും മനോധർമ്മവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു സംസാര രീതി, അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ നീട്ടിയും കുറുക്കിയുമുള്ള സംസാര രീതി. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം 1940 40-41 കാലഘട്ടത്തിലാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് 17-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടിത് ആവർത്തിച്ച് പറഞ്ഞ് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായി മാറിയെന്നാണ് പറയുന്നത്. അതാണ് ഈ 2-3 തവണ ഈ നീട്ടിയും കുറുക്കിയും പറയുന്ന രീതി. അപ്പോൾ അത് പക്ഷേ ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടമാകുമ്പോൾ വി എസിൻ്റെ ആ ശൈലി തന്നെ ആളുകൾക്ക് വളരെ സ്വീകാര്യമായി രസകരമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ നിയമസഭയിലെ പ്രസംഗങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ഇതുപോലെയുള്ള ധാരാളം പ്രസംഗങ്ങളിൽ വേണ്ട ടിപ്സ് കൊടുക്കും. അത് അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 4-5 വർഷം വി എസിൻ്റെ കൂടെ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ അനുഭവങ്ങളായിരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചെല്ലാം വലിയ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വരുക്കൂട്ടാൻ കഴിഞ്ഞൊരനുഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹവുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും കൂടെ നോട്ട്സ് എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് വി എസിൻ്റെ സ്റ്റാഫിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് എനിക്ക് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ജോലിയിലേക്ക് പോകാനുള്ളൊരു അവസരമുണ്ടായത്. അപ്പോൾ ഈ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലും പാടില്ലാത്തതാണ്. നിയമപരമായി തന്നെ അങ്ങനെ പാടില്ല. അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതുകൊണ്ട് നിർബന്ധമായും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വി എസിൻ്റെ ഈ ജീവചരിത്രം എഴുതുക എന്നുള്ളത് അവിടെ വെച്ച് ബ്രേക്കായി. അങ്ങനെ ഞാൻ പിന്നെ 5 വർഷക്കാലം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഓഫീസിൽ വിവരാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ പ്രവർത്തിച്ചു. അതും വലിയൊരു അനുഭവമായിരുന്നു. ആ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, 2005 ഒക്ടോബർ 12 ഈ RTI ആക്ട്, വിവരാവകാശ നിയമം രാജ്യത്ത് നിലയിൽ വന്നത്. അത് ഈ വിവരാവകാശ നിയമത്തിലൂടെ ഏത് ആൾക്കും, ഏതൊരു ഇന്ത്യൻ പൗരനും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് ഓഫീസിലെയും വിവരങ്ങൾ 10 രൂപ മാത്രം കൊടുത്ത്, 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു അപേക്ഷ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന അതാണ് ഈ വിവരാവകാശ നിയമം കൊണ്ടുണ്ടായ വലിയൊരു നേട്ടം.
അതായത് ഔദ്യോഗികമായ കാര്യങ്ങൾ ഏത് സമയത്തും നമുക്ക് ഏതൊരു സാധാരണ മനുഷ്യന് ലഭ്യമാക്കാൻ കഴിയുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അതിനു മുമ്പ് ഇന്ത്യയിൽ 1923 ഒരു ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഔദ്യോഗിക രഹസ്യ നിയമം എന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ നിയമം വെച്ചുകൊണ്ട് ഔദ്യോഗികമായ ഒരു കാര്യം കൊടുക്കാൻ പാടില്ല. അത് മാറ്റിയിട്ട് ഏത് ഔദ്യോഗിക കാര്യങ്ങളും, അത് ചില നിയന്ത്രണങ്ങളുണ്ട് കേട്ടോ. വിവരാവകാശ നിയമത്തിൽ 8(1) എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അതിൽ A മുതൽ J വരെ ഒരാളുടെ വ്യക്തിപരമായ വിവരം, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിവരം, കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിവരം, ഇങ്ങനെ ചില വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നതൊഴിച്ചാൽ ഏത് വിവരവും കിട്ടും. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് മാധ്യമപ്രവർത്തകർക്കാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ടൊക്കെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഒരു പേര് വെളിപ്പെടുത്താനാവാത്ത ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് വേണ്ടത്ര വ്യക്തതയില്ലാതെ ഔദ്യോഗിക കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ട് വേണം നമുക്കൊരു വാർത്ത കൊടുക്കാൻ. ഇപ്പം അതല്ല. നമ്മൾ 10 രൂപയുടെ സ്റ്റാമ്പ് ഒരു വെള്ള പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഇന്ന ഫയലിനെ കുറിച്ച്, ഇന്നടുത്ത് ഭൂമി ദാനം ചെയ്തു, അല്ലെങ്കിൽ ഇന്നടുത്ത് പട്ടയം കൊടുത്തു, അത് എത്ര സെൻറ്റ് വെച്ച് കൊടുത്തു, എത്ര പേർക്ക് കൊടുത്തു, ആർക്കൊക്കെ കിട്ടിയെന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ഏത് കാര്യവും വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് 10 രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുത്താൽ പരമാവധി 30 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ നമ്മൾ എഴുതുന്ന റിപ്പോർട്ടുകൾക്കൊരു ആധികാരികത വരും. കാരണം അത് പിന്നെ ഈ ഓരോ ഓഫീസിലുള്ള വിവരാവകാശ ഓഫീസർ അത് എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് സീൽ വെച്ച് തരികയാണ്. അത് അത്രയേറെ ഓതൻറ്റിക്കാണ്, ആധികാരികമാണ്. പിന്നെ അത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് തർക്കിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 2G സ്പെക്ട്രം, രാജ്യത്തെ പിടിച്ചു കുലിക്കാനുള്ള 1,76,000 കോടിയുടെ 2G സ്പെക്ട്രം, അത് നമ്മുടെ മലയാളിയായ ഗോപികൃഷ്ണൻ പയനീറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഗോപികൃഷ്ണൻ അത് കൊണ്ടുവന്നു. പക്ഷെ ഗോപികൃഷ്ണൻ കൊണ്ടുവന്നെങ്കിൽ പോലും അത് വേറെ ഒരു ഒരു വിവരാവകാശ പ്രവർത്തകനായിരുന്നു അത് ആദ്യം എടുക്കുന്നത്. അത് പിന്നീട് ഗോപികൃഷ്ണൻ എടുത്ത് കിട്ടി, ഗോപികൃഷ്ണൻ വലിയ തോതിൽ വാർത്തയാക്കി. അതുപോലെ തന്നെ സുരേഷ് കൽമാടി പ്രതിയായിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, അതുപോലെ തന്നെ ബോംബെയിൽ ഇവർക്ക് വീട് വെച്ച് കൊടുത്തതിൽ ഉണ്ടായിരുന്ന അഴിമതി ഉണ്ടല്ലോ, കാർഗിൽ ജവാന്മാരുടെ വിധവകൾക്ക്. അത്തരം രാജ്യത്തെ പിടിച്ചു കുലുക്കിയ അഴിമതികളെല്ലാം പുറത്തു പോകുന്നത് വിവരാവകാശ നിയമം അനുസരിച്ചാണ്, അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. പക്ഷെ എൻ്റെ അനുഭവം, ഞാനിപ്പോൾ 5 വർഷം അവിടെ പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ട അനുഭവം വെച്ചാൽ, നമ്മുടെ മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ വേണ്ടത്ര ഒരു താല്പര്യം അതിനകത്ത് കാണിക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവരാവകാശ അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുത്താൽ മതി. നിയമത്തിൽ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് നിയമത്തിന് പറയുന്നുണ്ട് ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്, കഴിയുന്നത്ര വേഗം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പരമാവധി 30 ദിവസം. പൊതുവെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് താല്പര്യമില്ലാത്തതുകൊണ്ട് എത്ര പെട്ടെന്ന് കൊടുക്കാവുന്ന വിവരമാണെങ്കിൽ അവർ 30-ാം ദിവസമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ 30 ദിവസം വരെ കാത്തിരിക്കാനുള്ളൊരു സാവകാശം അത് പലരും കാണിക്കാത്തതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഏറ്റവും ഈ വിവരാവകാശ നിയമത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വലിയ കോളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു നമ്മുടെ ഒരു LDF ഗവൺമെൻറ്റിൽ നിന്ന് തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ ആ മന്ത്രി രാജിവെക്കാനിടയായത്. ആ മന്ത്രി രാജിവെക്കാനിടയായത് അതുമായി ബന്ധപ്പെട്ട് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്ന TV പ്രസാദ് ഈ ഭൂമിയുടെ ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആലപ്പുഴ മുനിസിപ്പാലിറ്റി, പിന്നെ മങ്കൊമ്പ് താലൂക്ക് ഓഫീസ്, ആലപ്പുഴ RDO ഓഫീസ്, ചമ്പക്കുളം വില്ലേജ് ഓഫീസ്, കൈനഗരി വില്ലേജ് ഓഫീസ്, ഇങ്ങനെ ഇവിടങ്ങളിലെല്ലാം ഈ വിവരാവകാശ അപേക്ഷകൾ കൊടുത്ത് അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നിരന്തരം വാർത്തകൾ കൊടുത്ത് അത് വലിയൊരു സംഭവമായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ വിവരാവകാശ അപേക്ഷ കൊണ്ട് ധാരാളം ഇങ്ങനെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും, ധാരാളമായിട്ടുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമ്മളതിന് കുറച്ചൊരു കാത്തു നിൽക്കണം. ഈ ഒരു സാവകാശം കാണിച്ചതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ധാരാളം ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ്, അതുപോലെ തന്നെ ധാരാളം എക്സ്ക്ലൂസീവ് ന്യൂസ് എല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വിവരാവകാശ അപേക്ഷകളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് ഈ മാധ്യമ പഠന വിദ്യാർത്ഥികളോട് ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. ഞാൻ ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ ഇരിക്കുമ്പോൾ അതിലുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ടൊരു പുസ്തകം, അത് DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്, അറിവവകാശം കഥയും പൊരുളും എന്ന് പറഞ്ഞു.
അത് നിയമത്തെക്കുറിച്ചല്ല. നിയമത്തെക്കുറിച്ചൊക്കെ വേറെ ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. ഈ നിയമം നടപ്പാക്കിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഈ നിയമത്തെ ആളുകൾ കാണുന്നു, ഉദ്യോഗസ്ഥരെങ്ങനെ കാണുന്നു, അതിൻ്റെ സാധ്യതകൾ എന്താണ്, പരിമിതികൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 2022 ഞാൻ ആ പുസ്തകം ഇറക്കിയത്. അറിവവകാശം കഥയും പൊരുളും അങ്ങനെ എഴുതി. അവിടുന്ന് 22 അവസാനമായപ്പോൾ ഞാൻ ഇതിൽ നിന്ന് റിട്ടയർ ചെയ്തു. അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് പിന്നീട് ഞാൻ VS-ൻ്റെ ജീവചരിത്രം എഴുതുന്നത്. VS-ൻ്റെ ജീവചരിത്രം എഴുതുന്നത് പണ്ടേ തന്നെ അതിൻ്റെ കുറിപ്പുകളൊക്കെ എടുത്തു വെച്ചിരുന്നതാണ്. പിന്നെ 23 ആയപ്പോൾ 23 ഒക്ടോബർ 20-നാണ് VS-ന് 100 വയസ്സ് തികയുന്നത്. അപ്പോൾ അതൊരു നല്ല സന്ദർഭമാണെന്ന് കണക്കാക്കിയിട്ടാണ് അങ്ങനെയാണ് VS-ൻ്റെ ജീവചരിത്രം ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നത്. കാരണം VS-ൻ്റെ ജീവിതം മുഴുവൻ സമരമായിരുന്നു. 17-ാം വയസ്സിൽ ആരംഭിച്ച സമരമാണ്. അങ്ങനെ ആ പുസ്തകത്തിന് കൊടുത്ത പേര് ഒരു സമര നൂറ്റാണ്ട്. അത് ചിന്താ പബ്ലിഷേഴ്സാണ് പ്രസിദ്ധീകരിച്ചത്. അതിപ്പോൾ 3ാമത്തെ എഡിഷൻ വന്നു. ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ 27-നായിരുന്നു അതിൻ്റെ 3ാമത്തെ എഡിഷൻ. അത് കുറച്ചുകൂടി വിപുലീകരിച്ചു. ഒരു 5-6 ചാപ്റ്റർ കൂടി അധികമായിട്ട് എഴുതിയിട്ടാണ് ഈ 3ാമത്തെ എഡിഷൻ വന്നിരിക്കുന്നത്. പിന്നീട് അപ്പോൾ അതിനകത്ത് VS നടത്തിയ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി സംബന്ധമായ യാത്രകൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, ഭരണപരമായ ഇടപെടലുകൾ, സാമൂഹ്യ നിയമസഭയിൽ നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ബാല്യം, കൗമാരം, അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏകദേശം ആ ഒരു സമഗ്രമായ ജീവചരിത്രമാണ് ഈ പുസ്തകം അങ്ങനെ എഴുതിയത്. അപ്പോൾ ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വേറെ ചില ഇതിൻ്റെ കാര്യങ്ങൾ കൂടി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത വർഷം ഇറക്കാനുള്ള ചില ശ്രമങ്ങളിലാണ്. കാരണം VS എന്ന് പറയുന്ന മനുഷ്യൻ അത്രയേറെ നമ്മുടെ മലയാളി അറിയാനുണ്ട്, നമ്മുടെ മനുഷ്യരറിയാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി സാവകാശം എടുത്ത് എഴുതാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ പിന്നീട് ഈ ജോലി സംബന്ധമായി പല സ്ഥലങ്ങളിലേക്ക് മാറി പോകുന്നു. അവസാനം ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെ വീട് വെച്ചു. ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ പ്രശാന്ത് നഗർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്. ഭാര്യയും ഒരു മോനുമാണ് ഉള്ളത്. ഭാര്യ ഒരു വെറ്റിനറി സർജൻ ആയിരുന്നു. അവർ റിട്ടയർ ചെയ്തു. ഒരു മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഒരു മോനേ ഉള്ളൂ. അവൻ എൻജിനീയറിങ് MBA ഒക്കെ കഴിഞ്ഞു. അവനിപ്പോൾ ഈ HSBC എന്ന് പറയുന്ന ബാങ്ക്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, ആ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. അവൻ പൂനെയിലാണ് ജോലി ചെയ്യുന്നത്.